ഫോർമൽ ഇൻട്രൊഡക്ഷൻ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ കുട്ടിക്കാലത്ത് ശശിയേട്ടാന്ന് വിളിച്ച് നടന്നതാണ്. പക്ഷെ ഇപ്പോൾ ശശിയേട്ടൻ വലിയൊരു ഡോക്ടർ TPS എന്ന് പറഞ്ഞ വലിയൊരാളാണ്. കുറേ പേര് ശശിയേട്ടനെ ഗുരുജി എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. ശശിയേട്ടൻ പാൽ എത്തിക്കഴിഞ്ഞു. ചേട്ടൻ കുറേ പരിപാടി ചെയ്യും. മോട്ടിവേഷണൽ സ്പീക്കറാണ്. കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് കുറേ സമ്മർ ക്യാമ്പ് നടത്തും. അപ്പോൾ ഇന്ത്യയിലും ഉണ്ട്, ഇവിടെ ഇപ്പോൾ കുറേ നടത്തിയിട്ടുണ്ട് ബിരിയാണിയിൽ. ജനറൽ ലേൺ ടു ലേൺ ആണ് പ്രോഗ്രാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ ചേട്ടൻ. അപ്പം അതിനെ പറ്റിയിട്ട് കുറേ അതിന് വേണ്ടിയിട്ട് കുറേ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ദുബായിൽ കുറേ റേഡിയോ ഷോസ് ഒക്കെ നടത്തി. എപ്പോഴും ഉണ്ടല്ലോ അതിന് ഷോ നടത്തുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ബേസിക്കലി വന്ന് ബിരിയാണിയിൽ ഒരു ഗ്രൂപ്പിന് ഭഗവത്ഗീത ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൺഡേയും ഓൺലൈൻ സ്കൈപ്പിൽ എടുക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ വന്ന് അപ്പോൾ അവർ വിളിച്ചുകൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ഭൂമി പൂജ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ആയിട്ട് ശശിയേട്ടപ്പോൾ അവിടെ ബിസിനസ് അങ്ങനത്തെ കുറേ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ശശിയേട്ടൻ ഏത് ഫീൽഡിൽ വേണമെങ്കിലും. ഇനി അത് കൂടാണ്ട് ശശിയേട്ടൻ സയൻറ്റിസ്റ്റുമാണ്. അതിൽ ശശിയേട്ടന് പ്രസിഡൻസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പാണ്. എനിക്ക് അറിയില്ല, ഇത്രയും കഴിവുള്ള ആൾ ഇവിടുത്തെ എപ്പോഴും ഫ്രണ്ട്സായി ഇരിക്കണമെന്നാണ്. ശശിയേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ്. ശശിയേട്ടനെ ഞങ്ങൾ ആദ്യം അച്ഛൻ്റെ ഓഫീസിൽ ശശിയേട്ടൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് US മൈ അഡ്മിൻ ഓഫീസർ. അപ്പോൾ ശശിയേട്ടൻ സ്വയം നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ശശിയേട്ടൻ്റെ ഭാര്യ. അത് മാത്രമല്ല, ഹൈദരാബാദിൽ ഞങ്ങളുടെ ഓഫീസിൽ ചേർന്നിട്ടുള്ള എല്ലാ ബാച്ചിലേഴ്സിൻ്റെയും ഒരു ഗെറ്റ് ടുഗദർ സ്ഥലമായിരുന്നു. ഞങ്ങളന്ന് നമുക്ക് സിനിമ കാണണമെങ്കിൽ അന്ന് VCD എടുത്തിട്ട് കൊണ്ടുപോകും. വേറൊരാൾ കാസറ്റ് കൊണ്ടുവരും. ഒരു 3 സിനിമയൊക്കെ കൊണ്ടുവന്നാലേ മുതലാവും. നമുക്ക് മുതലാവുന്ന 3 CD-ൻ്റെ പൈസ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കുള്ള എല്ലാ ബിരിയാണിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള സ്ഥലം ശാന്തേശിൻ്റെ. അത് ഇത്ര ചെറുതായിരുന്നു അന്ന് തുടങ്ങി. ദാറ്റ് വാസ് 1990s, 89, 90. ഇപ്പം നമ്മൾ മാത്രമല്ല, കുറേ ആൾക്കാർ ഇപ്പം US തന്നെയുള്ള ഒരു ബാലകൃഷ്ണനൊക്കെ യൂസ് ടു വാക്ക് ഓൾമോസ്റ്റ് 6-7 kilometers to come to visit. അത് നടന്നിട്ട് തന്നെ വരിക. അതിന് ഒരു ഉറങ്ങൊന്നുമില്ല, ഫുൾ ഡേ കാണും. രാവിലെ ചിലപ്പോൾ എഴുന്നേറ്റ് നടന്നു. സാറ്റർഡേ സൺഡേ നമ്മൾ മിക്കവാറും സെറ്റിൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഹബ് മാത്രമല്ല, ശാന്തേച്ചിക്ക് എല്ലാവരുടെ ഡീറ്റെയിൽസും, മക്കളുടെ പേരും അവരുടെ നക്ഷത്രവും എവിടെയാണ്, അവരുടെ റിലേറ്റീവ്സ് എവിടെയാണ്, ഇപ്പം അവരെവിടെയാണ്, എല്ലാം കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഇറ്റ്സ് വെരി ഈസി ടു കണക്ട്. അങ്ങനെ കുട്ടികളെയും വലിയവരെയും എല്ലാവരും എൻഗേജ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഞങ്ങളുടെ ജാതകം നോക്കിയിട്ടും കഴിഞ്ഞ 2 ആഴ്ച ഹൊറോസ്കോപ്പ് പഠിപ്പിക്കായിരുന്നു. സൺഡേ വി ഹാവ് എ ഡയലോഗ്. ഓരോ വിഷയം എടുത്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് സൺഡേ 2 Sundays വാസ് അസ്ട്രോളജി. ബിഫോർ ദാറ്റ് ഇറ്റ് വാസ് യോഗ. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്സ്, ആവശ്യമുള്ള ടോപ്പിക്കുകൾ വരും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടായോ? ഞാനൊരു ടെമ്പിൾ വിസിറ്റർ അല്ല ശരിക്കും. അതിൽ എന്താ പറയുക, ഇത് പുതിയതായിട്ട് കിട്ടിയാണ്. സോ അതും കുറേ ഇത് ചെയ്താണ്. എന്താ പറയുക, കൺസൾട്ടേഷൻ ചെയ്തിട്ടാണ് അവർ. എന്താണ്, ഞാൻ ഒരുവിധം എല്ലാ കേരളത്തിലൊരു 300 അമ്പലത്തിൽ പോയിട്ടുണ്ടോ. പ്രഭാഷണം നടത്താനാണ് പോകും. ഗോ ഫോർ ഫ്രീ.
ഇവിടെ ഞങ്ങളുടെ ഇപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ 2 പ്രതിഷ്ഠ ചെയ്തു. ഒന്ന് അയ്യപ്പനും പിന്നെ ഒന്ന് തെലുങ്കന്മാരുടെ ദേവിയാണ്. അപ്പോൾ സോ കന്യാ പരമേശ്വരി അതിൻ്റെ അയ്യപ്പൻ്റെ റെഗുലർ ഇതൊക്കെ നമ്മുടെ നാട്ടുകമ്പലൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയല്ല എന്നാലും കന്യാ പരമേശ്വരിയുടെ ആ ദൈവത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മാല അങ്ങോട്ട് തിളങ്ങുന്ന ഡയമണ്ട് ഭയങ്കരമായിട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്ത്. ഈ കേരളത്തിൽ മോർ ദാൻ 50,000 ദേവി ടെമ്പിൾസ്. ദേവി ടെമ്പിൾസ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു സ്ഥലം കേരളം. ഭാരതത്തിൻ്റെ ഓരോ സ്ഥലത്തും ദേവീ സങ്കല്പങ്ങൾ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ടിബറ്റിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് താര, നോർത്ത് ഈസ്റ്റ് ഇറ്റ് ഈസ് കാളി, കേരളത്തിലെത്തുമ്പോൾ ദുർഗയാണ്. നമ്മുടെ ഈ ദശമഹാവിദ്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബുക്കുണ്ട്, നെറ്റിൽ നോക്കിയാൽ കാണാം. 10 ദേവിമാരുടെ ദിവസമാണ് ശരിക്ക് നവരാത്രി. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പൂജകളാണ് മാത്രം. കേരളത്തിലെത്തുമ്പോൾ സരസ്വതിക്കാണ് പ്രാധാന്യം. അതേസമയത്ത് കർണാടകയിലെത്തുമ്പോൾ ലക്ഷ്മിയാണ്. അങ്ങനെ ഒരു ധനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആയുധം ആക്ഷനാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ ഓരോ സ്ഥലത്തേതും ഓരോന്നാണ്. അപ്പോൾ ദശമി എന്ന് പറയുന്നത് 10 ദിവസത്തെ 10 ദേവിമാർക്കുള്ള ദിവസമാണ്. അതിനെ ദശമഹാവിദ്യ എന്നാണ് പറയുന്നത്. ദേവീ സങ്കല്പത്തിൻ്റെ ഒരു പ്രാധാന്യപ്പെട്ടിട്ടുള്ളൊരു വഴിയാണ്. പാലക്കാടൊക്കെ നല്ലോണം കുറേ ഭഗവതി ക്ഷേത്രങ്ങളാണ്. എല്ലായിടത്തും ഭഗവതി ക്ഷേത്രം. ഈ ആരുടെ ഹൊറോസ്കോപ്പ് നോക്കിയാലും പറയാം, തറവാട്ടിലെ അമ്മ അല്ലെങ്കിൽ ദേവി അവർക്ക് കോപമുണ്ട് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് വേണമെന്നേ പറയും. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെയാണ്. ഞങ്ങളുടെ വീട്ടിലും തന്നെയാണ്. ദേവിക്കണം കോപം. ദേവി സങ്കല്പം എന്ന് പറഞ്ഞാൽ ആദിപരാശക്തി എന്ന് പറയുമ്പോൾ വിഷ്ണു, ശിവൻ ഇവരൊക്കെ ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് ആ പദവിയിലെത്തിയതെന്നാണ്. എൻ്റെ ഒരു ബുക്കുണ്ട് മലയാളത്തിൽ, ആദിപരാശക്തി, ഒറിജിൻ ഓഫ് ഈ ത്രിമൂർത്തി സങ്കല്പങ്ങളുടെ ഒറിജിൻ എന്താണ്. അത് കേട്ടില്ല. ഒരു ചെറിയൊരു ബുക്കാണ് ആദിപരാശക്തി. കാരണം ആ എസൻസ് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. ഇപ്പൊ ഇന്ന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഭാഗവതം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞ ഉടനെ കൃഷ്ണനെ പറയും. ദാറ്റ്സ് റോങ്. ആക്ച്വലി ഭാഗവതം എന്ന് പറയുന്നത് ദേവി ഭാഗവതം. ആ ദേവി ഭാഗവതത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൃഷ്ണൻ ഏറ്റെടുത്തതാണ്. കാരണം ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്നത് കൃഷ്ണന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാവരും ചെറുപ്പത്തിൽ പലതും ശ്ലോകം പഠിച്ചിട്ടാണ് ദേവി ഭാഗവതം. പക്ഷെ ഭാഗവതം എന്ന് പറയുന്നത് ഇതില് പാമ്പ് കടിച്ചിട്ട് അല്ല, അത് പരീക്ഷത്തിൻ്റെയാണ്. അതാണ് ഫേമസ്. പക്ഷെ ദേവി ഭാഗവതം ശരിക്ക് ഈ ഒറിജിനാണ്. ആരാണ് ഇവിടെ നിന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാ സൺഡേയിലും ഒരു സറൈൻ സൺഡേ റിഫ്ലക്ഷൻസ് പറഞ്ഞിട്ട് ഐ കീപ് റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഫോർ ലാസ്റ്റ് മെയ് മുതൽ തുടങ്ങിയതാണ്. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ഗെറ്റ് എ കോപ്പി. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഐ റോട്ട് അബൌട്ട് ഈ പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്, എന്താണ് ഇതിഹാസം, എന്താണ് പുരാണം. എല്ലാവരും പറയും ഇതിഹാസ പുരാണം എന്ന് പറയും, ബട്ട് ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതുപോലെ ആചാര അനുഷ്ഠാനം എന്ന് പറയും. പക്ഷെ എന്താണ് ആചാരം, എന്താ അനുഷ്ഠാനം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനുള്ള ചെറിയ ചെറിയ ആർട്ടിക്കിൾസ് 500 words 1 page വെച്ചിട്ട് എഴുതണം. ഇവിടെ 2-3 വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നാരായണീയത്തിനും ഭഗവത്ഗീതയ്ക്കും ചിലർ നാട്ടിൽ നിന്നും ചിലർ കാനഡയിൽ നിന്നൊക്കെയാണ് പബ്ലിഷ് സാറ്റർഡേ സൺഡേ. എൻ്റെ സാറ്റർഡേ മോർണിംഗിലാണ് ഭഗവത്ഗീത. 17 ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ ഇന്ത്യയിൽ നിന്നുണ്ട്, കാലിഫോർണിയ, അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ പേര് അറ്റൻഡ് ചെയ്തു. ഓൺ സ്കൈപ്പിലും പിന്നെ പേഴ്സണലി. ഇറ്റ്സ് മൈ ഫസ്റ്റ് വിസിറ്റ് യു എസ്.
ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഉദിച്ച് തന്നെ കൊണ്ടുവരാറുണ്ട്. ഇവരൊക്കെ നമ്മളെ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചില ആൾക്കാർ. മലപ്പുറം പ്രാധാന്യം എനിക്കില്ല അദ്ദേഹത്തിന്. അവരുടെ പ്രാരബ്ധം നമ്മുടെ അടുത്തൊന്ന് പറയും. ഇതിൻ്റെ ആ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് ആകെ ബുദ്ധിമുട്ടിലേക്ക് ആയിരുന്നു ഭാഗവതം വില്ലേജ്. അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പം കമ്പിയും സിമെൻറ്റും ഒക്കെ അല്ലേ മനസ്സിൽ വരുള്ളൂ, കൃഷ്ണൻ വരുന്നില്ലോ. ഐ ജോക്കിംഗ്ലി കോൾ ഹിം ആസ് സിംഗപ്പൂർ സ്വാമി. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ടാണ് കാശ് പിരിക്കുക. രാവിലെ ടി വിയിൽ വരണമെങ്കിൽ യു വിൽ ഹാവ് ടു പേ. ആദ്യത്തെ പ്രോജക്റ്റിൽ 32,000 rupees കണ്ടാണ്. ഐ ആം റെക്കോർഡിങ്, സോ ഐ പബ്ലിഷ് ഓൾസോ. അതോറിറ്റേറ്റീവ് ഡിസൈൻ. അപ്പോൾ ആ എല്ലാ ദിവസവും ആലോചിക്കുക, നാളെ 32,000 ആര് തരുന്നു? കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴും ഇതാര് തരുന്നതാ? പാലക്കാട് ചെറുപ്പളശ്ശേരിയിലെ ശബരി ഗ്രൂപ്പുണ്ട്, അറിയാറില്ല? ദേവർ ദ പീപ്പിൾ ഹു പർച്ചേസ്ഡ് ദ ട്വിൻ ടവേഴ്സ്. പൊളിഞ്ഞ സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് കമ്പി മേടിച്ചത് പാലക്കാടുകാരാണ്. അല്ലല്ല, അവർ ശബരി ഗ്രൂപ്പ്സ് ഹാവ് ഗോട്ട് എ റിഫൈൻഡ് ഈ മെറ്റൽ റീസൈക്കിൾ ചെയ്യാനുള്ളൊരു പ്ലാന്റ് ഉണ്ട് ചെന്നൈയിൽ. അദ്ദേഹം പിന്നെ ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ ബ്രദർ, ഒന്ന് ശശി, മറ്റേ ആൾ സ്വാമി തന്നെ പറയും. എൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയാം. ശബരിമലയിലാണ് മിക്കവാറും 40 ദിവസം. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ മിക്കവാറും ഈ സത്സംഗങ്ങളിൽ വരുന്ന ഒരാളാണ് ഉദിച്ചത്. ഈ ചിന്മയ മിഷൻ്റെ മിക്കവാറും സ്വാമിമാർ കുറച്ചു കാലം കഴിയുമ്പോൾ അവിടുന്ന് വിട്ടുപോകും. അങ്ങനെയാണ് ഈ കുറേ ചൈതന്യാണൊക്കെ എൻ്റെ ചെയ്യുന്നത് ചിന്മയ സ്വാമിമാരാണ്. അവർ ഗീതയാണ് പഠിക്കുക. നമ്മളൊക്കെ വേദാന്തം ശരിക്കും പഠിക്കണമെങ്കിൽ ഇപ്പം കേരളത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകൻ എന്ന് പറയുന്നത് ചിലപ്പം ചിദാനന്ദപുരി സ്വാമികളൊക്കെ. അവർ അതോറിറ്റേറ്റീവാണ് കോഴിക്കോട്. പിന്നെ ഒന്ന് നാരായണ തപോവന സ്വാമികൾ. അവരും ഇവരും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കണ്ടന്റ്. ടു ഡീപ്പ് ഇൻ ടു സബ്ജക്റ്റ്. ഭക്തിയല്ല ശരിക്കും. ദാറ്റ്സ് എ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ. പലപ്പോഴും ഈ ഗീതയെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തതാണ്. ഗീതയിലെ ഭക്തി, കർമ്മം, ജ്ഞാനം, രാജയോഗം, ഈ 4 യോഗങ്ങളാണ്. അതിൽ രാജയോഗം ആരും പറയാറന്നില്ല. അതാകെ പറഞ്ഞിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളാണ്. വിവേകാനന്ദ സ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന രാജയോഗം ഒരു ചാപ്റ്റർ തന്നെയാണ്. രാജയോഗ, രാജഗുഹ്യയോഗം, ഹൗ ടു ബിക്കം എ മാനേജർ എന്നാണ്. അപ്പം അത്രയും എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു യോഗമാണ്. പിന്നെ ഒരു 3 ചാപ്റ്ററോളം ജ്ഞാനയോഗം, പാർട്ട് ഓഫ് ഭഗവത്. രാജഗുഹ്യയോഗം എന്നാണ്. രാജഗുഹ്യയോഗം എന്ന് പറഞ്ഞാൽ, ഗുഹ്യം എന്ന് പറഞ്ഞാൽ ഇസോട്രിക് എന്നാണ്. ഹൗ സീക്രട്ട്ലി യു ഷുഡ് മാനേജ് യുവർ പീപ്പിൾ. അത്രയും ക്രെഡിബിലിറ്റി ഉള്ളൊരു, അതിന് വേണ്ടിയിട്ടാണ് ഫുൾ പഠിപ്പിക്കണം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദ 9th chapter. 18th chapter സെൻറ്റർ ഓഫ് ഭഗവത്ഗീത. പക്ഷെ അത് പലപ്പോഴും ഇഗ്നോർ ചെയ്തിട്ട് ഭക്തിയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് എല്ലാവരും ചോദിച്ചാൽ അങ്ങനെ പറയും. പിന്നെ കർമ്മയോഗം എന്നാണ് പറയുക. അതും ശരിയല്ല. നോളജിനാണ് പ്രാധാന്യം. അതുകൊണ്ട് കർമ്മയോഗമൊക്കെ ആദ്യത്തെ പാർട്ടിലേ ഉള്ളൂ. അവസാനത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ജ്ഞാനയോഗം. ചാണക്യൻ എന്ന് പറഞ്ഞാൽ he was authoritative on practical applications of everything in the world. ആദ്യത്തെ എക്കണോമിക്സ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം തന്നെ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം എങ്ങനെ നിങ്ങൾ മൈനിങ് നടത്തണം, അവിടുന്ന് മുതൽ പ്രോസസ്സ് ചെയ്തിട്ട് എങ്ങനെ മെറ്റൽ ഉണ്ടാക്കണം എന്ന് വരെ പറഞ്ഞു. അവിടെ ഒരു കെമിക്കൽ ലാബോറട്ടറി ഉണ്ടെങ്കിൽ ആ ലാബ് അസിസ്റ്റൻറ്റിന് എത്ര ശമ്പളം കൊടുക്കണം. ഞാൻ ബാങ്കിങ് പഠിപ്പിക്കുന്ന സമയത്ത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലെ ഇൻട്രസ്റ്റ് റേറ്റുകളെ കുറിച്ചുള്ളൊരു ക്ലാസ് ഒക്കെ ബേസ്ഡ് ഓൺ ചാണക്യൻ. അപ്പോൾ അതിനകത്ത് അഗ്രികൾച്ചറിന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, എഡ്യൂക്കേഷന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ബിസിനസ് തുടങ്ങാൻ എത്രയാണ്. ആ പേഴ്സൻറ്റേജ് മേ വേരി, ബട്ട് എഡ്യൂക്കേഷന് കൊടുക്കുന്ന ലോണിൽ എത്ര റിബേറ്റ് കൊടുക്കണം എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റിൽ ദേ ആർ ഫോളോയിങ് ദ സെയിം. ഇന്ത്യയിലോ അതോ വേൾഡിൽ എവിടെയായാലും എഡ്യൂക്കേഷൻ ലോൺ ഈസ് സബ്സിഡൈസ്ഡ്, പക്ഷേ ബിസിനസ് ലോൺ ഈസ് ഹയർ. അപ്പോൾ ആ ഒരു തീം അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്ര അതോറിറ്റേറ്റീവായിട്ട് എഴുതിയിട്ടുള്ള ബുക്ക് വേറെ. പക്ഷേ ഇപ്പം അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു
ബുക്ക് എന്ന് പറയുന്നത്, യു ഗോ ടു മോസ്റ്റ് ഓഫ് ദ ബുക്ക് ഷോപ്സ്, ബെസ്റ്റ് ബുക്ക് ഷോപ്സ്, അർത്ഥശാസ്ത്രത്തിൻ്റെ ഒരു 4-5 ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷൻസ് കാണും. നല്ലോണം പഠിച്ചിട്ടുള്ളൊരു ഇതാണ്. Which is better or both are completely different? ബോത്ത് ആർ കംപ്ലീറ്റ്ലി Not compared. വൺ ഈസ് ഓൺലി അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാണക്യൻ പ്രസിദ്ധനായത് അർത്ഥശാസ്ത്രം കൊണ്ടല്ല. റോഡ് സൈഡിൽ കണ്ടിട്ടുള്ളൊരു പയ്യനെ പിടിച്ചെടുത്തിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പയ്യൻ്റെ സീരിയസ്നെസ് കണ്ടപ്പോൾ നിന്നെ ചക്രവർത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ഒരാളെ ചക്രവർത്തിയാക്കിയിട്ടുള്ള. സോ ഹി വാസ് എ റോൾ മോഡൽ ആസ് എ മാസ്റ്റർ. ഐ ആം ബേസിക്കലി എ ടീച്ചർ. അപ്പോൾ നമ്മൾ സാധാരണ പറയാനുള്ളത്, ഇഫ് എനിബഡി വാണ്ട് ടു ബിക്കം എ ടീച്ചർ യു മസ്റ്റ് ഫോളോ ചാണക്യാണ്. അതുപോലെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് കെയിം ആൻഡ് ദെൻ ഇൻവേഡഡ് മോസ്റ്റ് ഓഫ് ദ പ്ലേസസ്. ഹി കുഡിൻറ്റ് എൻ്റർ ഇന്ത്യ ബിക്കോസ് ഓഫ് ചാണക്യൻ. ചാണക്യൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീരിയൽ വന്നു, അത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചാണക്യ ഹിസ്റ്ററിയിൽ മാത്രം അടിച്ചു നോക്കുക. ഹിസ്റ്ററി ചാനലിൻ്റെ ചാണക്യനെ കുറിച്ചുള്ള 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ദാറ്റ് വിൽ ഷോ ഹൂ ചാണക്യ ഇസ്. ബ്യൂട്ടിഫുൾ ഷോ. ശരിക്കും അലക്സാണ്ടർ കയറി വരുന്ന സമയത്ത് ഇന്ത്യ ഒന്നാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് ഭയപ്പെടുത്തുകയും. ദാറ്റ് വാസ് ദ പവർ ഓഫ് ചാണക്യ. കാരണം ഒരു രാജ്യവും ഭരിക്കാത്ത ഒരാൾക്ക്, ഒരു മാഷക്ക്, ഒരു ടീച്ചർക്ക് കുറേ രാജാക്കന്മാരെ യോജിപ്പിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഗുഡ് ക്വസ്റ്റ്യൻ. റെയറാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ ഇവിടെ കാനഡത്തെ ഗുരുവായൂർ അമ്പലത്തെ മെയിൻ തിരുമേനി ദിവാകരൻ മൂസൻ, ദിവാകരൻ മൂസാണ്. അല്ല, നമ്പൂതിരി, ദിവാകരൻ നമ്പൂതിരി. നിങ്ങൾ ആദ്യം പറഞ്ഞ ടൈറ്റിലില്ലേ എന്താണ് നിങ്ങളുടെ ഗുരുവിൻ്റെ പേരെന്താണ്? ഞാൻ ബ്രഹ്മശ്രീ KPC. ഗുരുവിൻ്റെ പേര് ബ്രഹ്മശ്രീ ഇവിടെയുള്ള കാനഡയിലാണ്. കാനഡ. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ നാട്ടിലത്തെ പൂജാരിമാർ ശബ്ദം ഇല്ലാണ്ടാണ് പൂജ ചെയ്യുക, പക്ഷേ ഈ ആന്ധ്ര, തമിഴ്നാട് വരെ. ഞാൻ താമസിച്ചത് ഹൈദരാബാദിലാണ്. ഈ കേരളത്തിലെ പൂജ നഷ്ടപ്പെട്ടിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ വന്നിരുന്നു. അതിന് കാരണം ശങ്കരാചാര്യർ ബ്രാഹ്മണന്മാരെ 3 ആയിട്ട് തരംതിരിച്ചു. എന്നിട്ട് കുറച്ച് പേരോട് വാസ്തു പഠിക്കാൻ പറഞ്ഞു, കുറച്ച് പേരോട് പൂജ പഠിക്കാൻ പറഞ്ഞു, കുറച്ച് പേരോട് ജ്യോതിഷം പഠിക്കാൻ പറഞ്ഞു. അതിലേറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് വാസ്തുവും ജ്യോതിഷവുമായിരുന്നു. അതുകൊണ്ട് കേരള പൂജാരിമാർ പൂജ ഒഴിവാക്കി. കുറേ കാലം കഴിഞ്ഞപ്പോൾ പൂജക്കാളെ കിട്ടാത്തപ്പോൾ കേരളത്തിലേക്ക് ആന്ധ്രയെന്നും തമിഴ്നാട്ടിൽ കർണാടകയെന്നും. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്പൂതിരി, തിരുമേനി, ഭട്ടതിരിപ്പാട്, അങ്ങനെ കുറേ പേര്, എംബ്രാശൻ എന്നൊക്കെ പേര് കാണും. ഇവരൊക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് കൂടെ ഇരുന്നിട്ട് ദേ ഡിസൈഡഡ് ടു ഹാവ് എ ന്യൂ സെറ്റ് ഓഫ് പൂജ. അപ്പോൾ ന്യൂ സെറ്റ് ഓഫ് പൂജാവിധി എഴുതി കൊടുത്തപ്പോൾ ഓരോരാളും സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ വകഭേദങ്ങളുണ്ട്. അതിനെ യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദ സ്റ്റെപ്സ്. ആ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും സാധനം എടുത്തിട്ട് ഈ ഇടുന്ന സമയത്ത്, അഗ്നിയിലേക്ക് ഹോമിക്കുന്ന സമയത്ത് അഗ്നായ സ്വാഹ, അഗ്നായ നമ, പ്രജാപതയെ സ്വാഹ, പ്രജാപതയെ നമ ചൊല്ലിയാൽ മതി. പക്ഷെ അത് ഇടുന്നതിന് മുമ്പ് ഞാൻ അരി എടുക്കണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. അപ്പോൾ അത് നമുക്ക് 4 പേര് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആവാൻ പാടില്ല. അതുകൊണ്ട് ഒരു ശ്ലോകം അതിന് ചേർത്തിട്ടുണ്ട്. അത് ഇപ്പം ടേക്ക് എ ബിറ്റ് ഓഫ് റൈസ് എന്നായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ ചെയ്യുമ്പോൾ ടേക്ക് എ ബിറ്റ് ഓഫ് റൈസ് എന്ന് ചെയ്യും. അതെല്ലാവരും കയ്യിലെടുക്കുന്നവർ ഇയാൾ എന്ന് പറഞ്ഞോണ്ടിരിക്കും. എടുത്തു കഴിയുമ്പോഴാണ് സൂര്യായ സ്വാഹ എന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ ഈ കുറേ നീട്ടിച്ചൊല്ലുന്നൊരു സ്വഭാവം കേരളത്തിന് മാത്രമുള്ളതാണ്. അതിന് കാരണം വി ആർ ദ മോഡേണൈസ്ഡ് പൂജ. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, കാരണം മോഡേണൈസ് ചെയ്യുമ്പോൾ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ആരെയും തുടരരുത്, കുറച്ച് ദൂരെ നിൽക്കാവൂ. ആന്ധ്രയിലൊന്നും അങ്ങനെയല്ല. പെരുന്നാൾ തലയിൽ തൊപ്പി വെച്ചോളും, അല്ലെങ്കിൽ കൈവെക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൈകൊണ്ട് എടുത്ത് കൊടുക്കും. ഇത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ പൂജ ചെയ്യുന്നത് കേരളത്തിൽ. അത് ഋഗ്വേദികളും യജുർവേദികളും സാമവേദികളും. ഞാനൊരു 8-10ഓളം പിന്നെ യാഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് എൻ്റെ സയൻറ്റിഫിക് അനാലിസിസിന് വേണ്ടിയിട്ടും. അപ്പോൾ ഏറ്റവും നല്ല യാഗങ്ങൾ നടക്കുന്ന സ്ഥലം
മിക്കവാറും കേരളത്തിൽ. അത് യജുർവേദം ഒഴികെ. യജുർവേദം കർണാടകയിലാണ് ഫേമസ്. അടുത്ത കാലത്ത് കർണാടകയിൽ ഒരു യജുർവേദ യാദം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഋഗ്വേദ, യജുർവേദ, സാമവേദ. So the individual development help or like a society development help changes of that. All the same. I believe like some of the group of these people like actually differentiated themselves from others, and because of that the conversion happened. Conversion from Hinduism to Christianity and Hinduism to Islam. So is it like all these teachings are for individual development or a society development? See, ഭാരതീയ ധർമ്മത്തിൽ ഒന്ന് ഇൻഡിവിജ്വൽ ധർമ്മം, രണ്ട് കുടുംബധർമ്മം, പിന്നെ എൻ്റെ ഏതാണോ പ്രൊഫഷൻ അതിൻ്റെ ധർമ്മം, പിന്നെ സോഷ്യൽ ധർമ്മം, അതും കഴിഞ്ഞിട്ട് നാഷണൽ, അത് കഴിഞ്ഞ വസുദൈവ കുടുംബം. അങ്ങനെ ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. So there could be somebody who is only worried about their family, their children. അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. ഈ കൺവേർഷൻ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് പറയാം, കൺവേർഷൻ വാസ് നെവർ ഡൺ ബൈ എനിബഡി എൽസ് അതർ ദാൻ ട്രാവൻകൂർ കിങ്. കേരളത്തിലേക്ക് വന്നിട്ടുള്ള കുറേ ക്രിസ്ത്യാനികൾ അത് പല കാര്യങ്ങളും അവരുടെ മിഷണറി ആക്ടിവിറ്റീസിന് വന്ന സമയത്ത് അവരൊക്കെ അൺടച്ചബിൾ വരും. മലയാളത്തിലൊരു ഭാഷയുണ്ട് മ്ലേച്ഛൻ. മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷ എനിക്ക് അറിയില്ല, എൻ്റെ ലിറ്റററി മീനിങ് ഇല്ല, പക്ഷെ നമ്മളത് തൊടാൻ പാടാത്ത ആൾക്കാരാണ് എന്നുള്ളതിൽ മാറ്റിയതാണ്. സോ ഐ കനോട്ട് ടോക്ക് ടു യു, സോ ഐ ഡോണ്ട് മീഡിയ യു. ആ മ്ലേച്ഛന്മാരെ അവർക്ക് നല്ലപോലെ മലമ്പനിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവരൊക്കെ അസുഖം പിടിച്ച് മരിക്കാറുണ്ട്. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും വൈദ്യന്മാരായിരുന്നിട്ടുള്ളവർ ബ്രാഹ്മണരാണ്. അവരോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അവർ മ്ലേച്ഛന്മാരാണ്, ഐ നോട്ട് ടച്ച് ദം. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് രാജാവിൻ്റെ കടമയാണ്. whoever comes to our land, it is our responsibility to take care of. So king himself started giving offering money, house, bribe for them to convert into Christianity so that they can teach. അതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് വൈദ്യന്മാർ. ഈ വൈദ്യൻ എന്ന് പറയുന്നൊരു ടൈറ്റിൽ തന്നെ കേരള ക്രിസ്ത്യൻസിനുണ്ട്. അവരാണ് ഫസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്. അതുകൊണ്ട് നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ വായിച്ചിട്ടുള്ളത് ഈ പോർച്ചുഗീസും അവർക്ക് വന്നിട്ട് അവരൊക്കെ വന്നിട്ടുള്ള ഗോവ സൈഡിൽ വന്നു. പക്ഷെ കേരളത്തിൽ ഉണ്ടായിരുന്ന സംഭവം ഇതാണ്. അതുകൊണ്ട് കൺവേർഷൻസ്, കേരളത്തിലുള്ള കൺവേർഷൻ ഏറ്റവും സ്ട്രോങ് ക്രിസ്ത്യൻസ് വന്ന കേരളത്തിലാണ്. ഇത്രയും വെറൈറ്റി ഓഫ് ക്രിസ്ത്യൻസ് ഉള്ള വേറെ സ്ഥലമില്ല. They fought against the Portuguese. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ there are a lot of Christians. but they were Hindus were converted, right? They all came for conversion actually. They never came for business. My question was not even related to the older times. Even today, we have like a lot of teachers. We listen and like try to become a better person. So there's a lot of individual like becoming like better and trying to do yoga and like trying to learn more about like what's our history and how does all these teachers can help like to improve the society or improve the nation, as you said, like different levels. The nationalism or national development, how they are helping, because I see conversion like in Tamil Nadu, it's everywhere, not just Go to Kerala. northeast, right. And the people who are converted are the people who are very poor, right? And they are Hindus actually to start with. So if any of this group that is trying to develop individuals are also trying to say like how to like make sure they are not untouchables, or like is it helping? Is any of the society, any of the society? I don't think that religion has, അല്ലെങ്കിൽ ഈ റിലീജിയൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സിനെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഫുൾ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റിലീജിയൻ. ഈ മൈനോറിറ്റിയുടെ ഒരു റൈറ്റ് വന്ന സമയത്താണ് മിക്കവാറും ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നത്. The converted Christians are all categorized into SC. And SC has got a lot of reservations in it. ഈ അതെടുത്ത് മാറ്റാൻ പറ്റാത്തൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന രാജശേഖർ റെഡ്ഡി, ജഗൻ, all converted Christians. എന്തിന് കൺവേർട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഫസ്റ്റ്.
നമ്മുടെ മീഡിയ ചാനൽസ് ഇൻ ഇന്ത്യ 90% of them are belongs to Christians. And if you speak about Hinduism, you are untouchable. If you talk about Christianity, there is no place. എല്ലാ ഹിന്ദു ടെമ്പിൾസും ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. റൈറ്റ്? രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ അമ്പലങ്ങളും ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്ത സമയത്ത് ഇറ്റ് ഓൾ ബിക്കം ഗവൺമെൻറ് പ്രോപ്പർട്ടി. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഒരു എനിക്ക് തോന്നുന്നു തിരുവല്ലയിലുള്ള ക്രിസ്ത്യൻ സെൻറ്റർ ഒഴികെ ബാക്കി എല്ലാ ഇറ്റ്സ് ഓൾ ബിലോങ്സ് ടു പോപ്പ്. അപ്പോൾ അവിടെ നിന്നുള്ള ഡയറക്ഷൻസാണ് ഈ ഫണ്ട് കളക്ഷനും കൺവേർഷൻസും ഒക്കെ അവർ ഓപ്പൺലി. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ഒരു മാരേജിന് പോയ സമയത്ത് കോട്ടയത്ത് മാരേജ് ബ്ലെസ്സിങ്സിൻ്റെ പ്രീസ്റ്റിൻ്റെ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ ഐ റെക്കോർഡ് ഇറ്റ്. മൈ സൺ ഈസ് ഡൂയിങ് PhD ഓൺ ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ഇൻ ദ എക്കണോമിക്സ് ആൻഡ് ദ പൊളിറ്റിക്സ്. ആണ് PhD ചെയ്യുന്നത്. കേരളമാണ് ബേസ്. ഹി ഈസ് ഡൂയിങ് ഇൻ ഡബ്ലിൻ, ബട്ട് ഈ സബ്ജക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് കേരള പൊളിറ്റിക്സ്. അപ്പോൾ ഞങ്ങൾ കൂടിയാ പോയത്. അവിടുത്തെ പ്രീസ്റ്റ് പ്രസംഗിച്ചത് നമ്മളിപ്പോൾ 2% ഇന്ത്യയിൽ. അതുകൊണ്ട് എൻ്റെ ബ്ലെസ്സിങ് ഫോർ ദ ന്യൂലി കപ്പിൾഡ് യു ഷുഡ് പ്രൊഡ്യൂസ് ആസ് മെനി ചിൽഡ്രൻ ആസ് പോസിബിൾ. ഇതാണ് അവിടുത്തെ ബ്ലെസ്സിങ്. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് എന്താണ്? ഇപ്പോൾ 27% എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ ബൈ 2050 ഇറ്റ് ഷുഡ് ബിക്കം 54. അതാണ് അവരുടെ എയിം. അത് വാട്ട് എവർ മെത്തേഡ്, അത് മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ദേ വാണ്ട് ടു ഗെറ്റ് കൺവേർട്ടഡ്. എന്നാൽ ദേ ബിലീവ് ദാറ്റ് ദ സ്ട്രെങ്ത് ഈസ് ഇൻ കൺവേർഷൻ. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ള സംഭവം. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് യു മേ കൺവേർട്ട് ടു പീപ്പിൾ ഹിയർ, ബട്ട് മോസ്റ്റ് ഓഫ് ദ ചർച്ചസ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ആർ ബീയിങ് സോൾഡ് ടു ദ മട്ട് ആൻഡ് ആശ്രംസ്. ഇതൊക്കെ വളരെ ടെമ്പററി ആണ്. മുമ്പ് ചിന്മയ സ്വാമിയോട് ആരോ ചോദിച്ചിട്ടുണ്ട് ഹൗ ആർ യു ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് കൺവേർഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദോസ് ഹു ആർ കൺവേർട്ടഡ് ആർ എനിവേ യൂസ്ലെസ് ബീയിങ് ഇൻ ഹിന്ദുയിസം. സോ രമണ മഹർഷിയോട് ആരോ ചോദിച്ചിട്ടുണ്ട് സോ പീപ്പിൾ ആർ മിസ്ബിഹേവിംഗ് ഇൻ യുവർ ആശ്രം. So they are only misbehaving this much. Think if they would have been outside this ashram. അപ്പോൾ നമ്മൾ ആ ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭാരതീയ ശാസ്ത്രത്തിൽ നമ്മളൊക്കെ ഭയപ്പെടുന്നതാണ്. നമുക്ക് ദൈവഭക്തിയെക്കാളും കൂടുതൽ ദൈവഭയമാണ്. ആ ഭയം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പ് ആയാലും പലപ്പോഴും നിന്നു പോകുന്നത് എന്തോ ഒരു കേസ് വരും, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നമ്മൾ ജീവിക്കണമെന്നൊക്കെ പഠിക്കും. ഏറ്റവും വൈരുദ്ധ്യം ഉള്ളൊരു സംഭവം, എല്ലാവരും മാരേജ് കഴിഞ്ഞ് ആദ്യം പ്രാർത്ഥിക്കാൻ പറയുന്നത് ശ്രീകൃഷ്ണനെയാണ്. ഏറ്റവും കൂടുതൽ ഫാമിലി ലൈഫിൽ പ്രോബ്ലം ഉണ്ടായിരുന്നത് കൃഷ്ണനാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും പ്രോബ്ലം ഉള്ളത് കൊണ്ട് വി ഷുഡ് നോട്ട് റിപ്പീറ്റ് എന്ന് പഠിപ്പിക്കാം. അപ്പം ഗണേശന്റെ മുമ്പിലാണ് നമ്മൾ സാധാരണ ഇടത്തെ കൈ കൊണ്ട് വലത്തേക്കാതും വലത് കൈ കൊണ്ട് ഇടത്തേക്കാതും കാല് പുറത്ത് വെച്ചിട്ട് മുട്ട് നിലത്ത് മുട്ടുന്നത് വരെ, കൈമുട്ട് നിലത്ത് മുട്ടുന്നത് വരെ ചെയ്യണം. അത് ഏറ്റവും ചെയ്യേണ്ടത് ഗണേശന്റെ മുമ്പിലാണ്. കാരണം ഏറ്റവും അഗ്ലി ആയിട്ടുള്ള ഫിഗറുള്ള ഒരു ദൈവം എന്ന് പറയുന്നത് ഗണേശനാണ്. സോ ഇഫ് യു ഡോണ്ട് ഡു ദിസ് എക്സർസൈസ് യു വിൽ ബിക്കം ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പം നമ്മുടെ എല്ലാ ലെസൺസും ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം നെഗറ്റീവ്. അത് എഴുതിയ വ്യാസൻ നെഗറ്റീവ് എന്ന് തുടങ്ങിയിട്ടാണ് പോസിറ്റീവിലേക്ക് മാറ്റുന്നത്. അർജുനന്റെ വിഷമവും വിഷാദവുമാണ് തുടക്കം. രാമന്റെ കുരുത്തക്കേടുകളാണ് യോഗവാസിഷ്ഠം. അങ്ങനെ ഏത് പ്രശ്നങ്ങളെയും ഹൗ ഡു യു ചേഞ്ച് ഇറ്റ് ഇൻടു പോസിറ്റീവ് എന്ന് പഠിക്കുന്ന ശാസ്ത്രം. എത്രത്തോളം കുട്ടികളിൽ എത്തുന്നത് അല്ലെങ്കിൽ ആ മെസ്സേജ് പാരൻസിൽ എത്തുന്നത് നമുക്കറിയാം. അതിൻ്റെ മെസ്സഞ്ചേഴ്സ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നമുക്കറിയാം. പക്ഷെ വളരെ കുറച്ച് പേരാണെങ്കിലും ആ കുറച്ച് പേര് ശരിക്കും മനസ്സിലാക്കുന്നത്. എൻ്റെയൊക്കെ ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ ഗുരുവിൻ്റെ കൂടെ കൈലാസത്തിലേക്ക് പോകാൻ പറ്റി, നല്ല മെഡിറ്റേഷൻ മാസ്റ്റർ കാണാൻ പറ്റി. നമ്മുടെ മെഡിറ്റേഷൻ മാസ്റ്റർ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് ക്രോസ് യുവർ ലെഗ്സ് ആൻഡ് ക്ലോസ് യുവർ ഐസ് ആൻഡ് സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ്. ഓപ്പൺ യുവർ ഐസ് ആൻഡ് ഡു ദ വർക്ക്. മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്നാണ്. അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇപ്പം മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 10 മെഡിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയി. ഇവരൊക്കെ ബിസിനസ്സാണ്. ദേ ആർ ഓൾ സെല്ലിങ് മെഡിറ്റേഷൻ. പക്ഷേ അവരോടൊന്നും പബ്ലിക്കലി പറയാറില്ല. പക്ഷെ അവരിൽ ആരെങ്കിലും വന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് ദീസ് ആർ ഓൾ സ്റ്റുപ്പിഡിറ്റി വാട്ട് യു ആർ ലേണിംഗ്.
കാരണം പഠിപ്പിക്കുന്ന മിക്കവാറും മെഡിറ്റേഷൻ ഈസ് നോട്ട് ആസ് പെർ ദ റിയൽ മെഡിറ്റേഷൻ വിച്ച് ഇന്ത്യൻ നോബഡി ഷുഡ് മെഡിറ്റേറ്റ് ഇൻ സിറ്റിംഗ് പോസ്റ്റർ. അതാണ് ആദ്യത്തെ. കാരണം നോബഡി ഈസ് കംഫർട്ടബിൾ ഇൻ സിറ്റിംഗ് പോസ്റ്റർ. കണ്ണടച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കഴുത്ത് വല്ലാണ്ട് ചെയ്യും. I have seen people meditating with a lot of difficulty in sitting in place. നമ്മളൊക്കെ ഞാൻ മാസ്റ്റർ ഓഫ് ഹിമാലയൻ മെഡിറ്റേഷൻ സ്വാമി സ്വാമി വേദഭാരതിയുടെ ഒരു ശിഷ്യനാണ്. യു മസ്റ്റ് റീഡ് ഹിസ് ബുക്ക് ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് സ്വാമി രാമൻ. നമ്മൾ ആദ്യം ഒരാഴ്ച എങ്ങനെ ഇരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. നിലത്തിരിക്കാൻ പഠിപ്പിക്കുന്നത്. നിലത്തിരിക്കുന്ന സമയത്ത് പണ്ട് നമ്മൾ പലകയുടെ മുകളിലായിരുന്നു. അതൊരു വീട്ടിൽ തന്നെ ഒരേ സൈസിലുള്ള പലകയല്ല, ഡിഫറെൻറ്റ് ഹൈറ്റുള്ള പലകളാണ്. കാരണം ഓരോരാൾക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള പലക അവർ ചൂസ് ചെയ്യണം. അതാണ് ഇരിപ്പിൻ്റെ പൊസിഷൻ. അങ്ങനെ ഇരുന്നാലേ നമ്മുടെ ബാക്ക് ബോൺ സ്ട്രേറ്റ് ആവും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്. സോ ഫിസിക്കലി യു ആർ ഫിറ്റ്, ഇമോഷണലി യു ആർ കൺട്രോൾ, ഇന്റലക്ച്വലി യു ആർ സ്ട്രോങ്. ഇതൊക്കെ ആവുന്ന സമയത്ത് സോഷ്യലി യു ക്യാൻ ബി ആക്റ്റീവ്. അങ്ങനെ സോഷ്യൽ ബിൽഡിംഗ് വേണം. എല്ലാവരും ചെയ്യണമെന്നില്ല. അവിടെ കുറച്ച് പേരാണെങ്കിൽ ആ കുറച്ച് പേര് സൊസൈറ്റിയിൽ കുറച്ച് പാർട്ട് ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ദേ കുഡ് ബി ദ കൺസൾട്ടൻറ്റ്. നമ്മുടെയൊക്കെ രാജാവിൻ്റെ അഡ്വൈസേഴ്സ് ഒക്കെ ഗുരുക്കന്മാരായിരുന്നു. മഹർഷിമാരും തപസ്സികളുമാണ് അഡ്വൈസേഴ്സ് ഫോർ കിങ്. ദേ ഡോണ്ട് ഹാവ് പവർ ബട്ട് ഓൾവേസ് ദേ ലിസൺ ടു ദീസ് പീപ്പിൾ. ഇപ്പം നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ലീഡേഴ്സ് ആർ ഓൾവേസ് advisors. They are the life coach. So what do you think of Sadhguru? Because he is like Sadhguru. Again, there are a lot of people who are marketing and advertising Hinduism. One of the modern advertiser is Sadhguru. കാരണം നമ്മൾ ആദ്യം പറയുന്നത് ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, if you are not quoting a mantra, you are not supposed to be a guru. If you don't declare who is your Guru Parampara, നമ്മൾ പറയുന്ന സമയത്ത് ആദ്യം ചൊല്ലുന്നൊരു മന്ത്രമാണ്, ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിനെ റെഫർ ചെയ്യാത്തൊരു ആൾക്ക് ഗുരുവാകാൻ പറ്റില്ല. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ഒരു റിയലൈസേഷനിലെത്തുന്ന ഒരാളാണ്. ബട്ട് റിയലൈസേഷനിലെത്തുന്ന ഒരാൾ ദേ ആർ സെൽഫ് ഇൻ ടു ദാറ്റ്, ദേ ഡോണ്ട് മാർക്കറ്റ് ദാറ്റ്. പക്ഷേ ദേ ആർ ഓൾ ലൈക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളും പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ആളും വ്യത്യാസമുണ്ട്. റൈറ്റ്? സോ വി നീഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു വിൽ മാർക്കറ്റ്. ഇപ്പം സർവീസ് ഇൻഡസ്ട്രിയും ഇല്ലേ, പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയും ഡിഫറെൻറ്റ്. സർവീസ് ഇൻഡസ്ട്രിയിൽ പെട്ടിട്ടുള്ളവരാണ് ഈ ഫേമസ് ആയിട്ടുള്ള പറയാം. ദേ ഓൾ മാർക്കറ്റ്. സോ ഇറ്റ്സ് വെരി ഗുഡ്. സോ വി നോ ദർ ആർ ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് വാല്യൂ, റൈറ്റ്? Like what he markets is like he has realized and Isha Yoga you can experience things. ഞാൻ സൂര്യക്ക് നേരത്തെ പറഞ്ഞപ്പോൾ കണ്ടാണ്ടിരുന്നതാണ്. ഈഷ ആദ്യം കേരളത്തിൽ വരുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയിലെ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രൊഫസർ അപ്രോച്ച് ചെയ്തു. അയാൾ ചോദിച്ചു, കേരളത്തിൽ ഏറ്റവും നല്ല പ്രഭാഷകന്മാരായിട്ടുള്ള സ്പിരിച്വലി ഹയർ ആയിട്ടുള്ള അക്കാഡമിക്കലി ഹയർ ആയിട്ടുള്ള കുറച്ച് പേരെ കൂട്ടിയിട്ട് നമുക്കൊരു കോൺഫറൻസ് നടത്താൻ പറ്റും. ആദ്യത്തെ ഇമെയിൽ എനിക്കാവും. Then I asked him, who is your guru? Where did you learn? About I want to start this marketing in Kerala. That's the real word which was used. രവിശങ്കർ എന്ന് പറയുന്ന ഒരാൾ മഹാഋഷി മഹായോഗി എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിരുന്ന ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ്റെ മാസ്റ്റർ. അയാൾ ബാംഗ്ലൂർ സ്ഥലം മേടിക്കാൻ വേണ്ടി ഇപ്പം ചോദിച്ചുകൊണ്ട് പറയാം, അല്ലെങ്കിൽ I did not speak in the morning. Really avoided that question because I don't want to know. അദ്ദേഹത്തിന് സ്ഥലം മേടിക്കാൻ വേണ്ടി നാട്ടിൽ പറഞ്ഞു വിട്ടപ്പോൾ ഗുരുവിനെ പറ്റിച്ചിട്ട് സ്വന്തം സ്ഥലം മേടിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ 84 6 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ കുണ്ടലിനി പറഞ്ഞിട്ടുള്ള മഹായോഗം, ഇഫ് യു ഗെറ്റ് എ ചാൻസ്, ദിനേഷ് കെ മേത്ത വാസ് ദ ഡോക്ടർ ഫോർ മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ദ ലോ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞു, ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള. അത് വായിച്ചു നോക്കിയാൽ 13th ചാപ്റ്ററാണ് ഈ മാർക്കറ്റ് ചെയ്യുന്ന അദ്ദേഹം പേറ്റന്റ് എടുത്തു എന്ന് പറയുന്ന ഈ ആർട്ട് ഓഫ് ലിവിംഗ്. അദ്ദേഹത്തോട് ആരാണ് ഗുരു എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയില്ല മഹാഋഷി മഹായോഗിയാണ്.
അയാൾ ചോദിച്ചു നോക്കണം ആരാങ്കിലും. അയാൾ ഇവിടെ താമസിച്ച് ഇവിടെ പഠിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. മഹാഋഷി മഹായോഗിയുടെ 1 വർഷത്തെ ഗുരുവായിരുന്നു എൻ്റെ ഗുരു. കാരണം മഹാഋഷി മഹായോഗി വാസ് എ റിയലി എക്സ്പെർട്ട്. അയാൾ എക്സ്പെർട്ടാന്ന് പറയാറില്ല, അയാൾ പെർട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കൊല്ലം തീരുമാനിക്കുകയാണെങ്കിൽ കേരള തന്ത്രശാസ്ത്രം പഠിക്കണം. അങ്ങനെ പോയിട്ട് ഏറ്റവും നല്ല കേരള തന്ത്രശാസ്ത്രത്തിന് അയാൾ പഠിച്ചു. ഹി വാസ് എ ലേണർ ഓൾ ദ ടൈം. മഹാഋഷി മഹായോഗി മരിക്കുന്നത് വരെ ലേണറാണ്. അതാണ് ഒരു ഗുരുവിൻ്റെ കഴിവ്. അപ്പോൾ അതില്ലാത്ത ഒരാളെന്ന് പറയുന്നത് ഈസ് ഗുഡ്, ഈസ് വെരി ഗുഡ് ബിക്കോസ് ഈസ് മാർക്കറ്റ്. That's what he's selling. Like, I can make you realize. That's what Is that foolishness or? that is foolishness. Nobody can. നമ്മുടെ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, ഇതാണ് അഷ്ടാംഗ യോഗ. അഷ്ടാംഗ യോഗമാണ് യോഗത്തിൻ്റെ ട്രഡീഷൻ. അതിൽ യമ നോൺ വയലൻസ് ആണ്. ആ നോൺ വയലൻസിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി. അയാൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുള്ളൂ. ബട്ട് ഹി വാസ് ടേൺഡ് ഇൻ. നിയമം സെൽഫ് ഡിസിപ്ലിനാണ്. ആസനം യോഗാസനമാണ്. ആ യോഗാസനം ആണ് ഇപ്പോൾ യോഗ എന്നറിയപ്പെടുന്നത്. യോഗാസനം ഇസ് നോട്ട് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ ജോയിനിങ് ആണ്. അവിടെ എത്തണമെങ്കിൽ യു ഷുഡ് റീച്ച് ടു 8th സ്റ്റെപ്പ്. 3rd സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്കും യോഗ എത്തുന്നു. യമ നിയമ ആസന പ്രാണായാമം. പ്രാണായാമം പഠിപ്പിക്കണം. ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. യോഗ പഠിച്ചു തുടങ്ങിയ സമയത്ത് കുട്ടികളെ ഇരുത്തിയിട്ട് ബ്രീത്തിങ് പഠിപ്പിച്ച ഒരാളാണ്. പിന്നെ കുറേ കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ നമ്മൾ പഠിപ്പിച്ചതൊക്കെ തെറ്റാണ്, ഇതെങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. കാരണം നോബഡി ഷുഡ് ഹോൾഡ് യുവർ ബ്രത്ത്. നമ്മൾ പലപ്പോഴും പല സ്വാമിമാരും ടി വിയിലടക്കം പറഞ്ഞിട്ടുള്ള ചില 1-2 പേര്, നിങ്ങൾ റെഫർ ചെയ്ത 1-2 പേരിൽ 1-2 പേരെ നമ്മൾ കണ്ട സമയത്ത് അത് പറഞ്ഞു ചോദിച്ചു, when you hold your breath, what are you holding എന്ന് ചോദിച്ച സമയത്താണ് ഓക്സിജൻ ആണെന്ന് പറഞ്ഞത്. This is not a mechanism where you can take oxygen inside. എയർ ആണ്. ഓ എയറാണ്. ആ ബേസിക് സയൻസ് പോലും അറിയാത്ത ഒരാളാണ്. കാരണം ഓക്സിജൻ ഈസ് ടേക്കിംഗ് ഇൻസൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗോയിങ് ഔട്ട്സൈഡ്. എന്തൊരു ഫിൽട്ടർ പോലെ സാധനം വിചാരിക്കുന്ന ഒരാളാണ്. പിന്നെ അതായത് റിലീസ് ഓ ഇത് തെറ്റാണ്. When you hold oxygen, you are not holding oxygen. Actually, you are converted to carbon dioxide is what you are holding. അത് ഹാലൂസിനേഷൻ ഉണ്ടാകും. അങ്ങനെ ഹാലൂസിനേഷൻ വരുന്ന സമയത്ത് നമ്മൾ ട്വിങ്ക്ലിംഗ് സ്റ്റാറൊക്കെ കാണും. അതാണ് സ്പിരിച്വാലിറ്റി സിസ്റ്റം വഴിയേക്ക്. വെറും പ്രാണായാമം പഠിപ്പിച്ചാൽ യു ക്യാൻ ഗെറ്റ് പീപ്പിൾ ഇൻ ടു സ്പിരിച്വാലിറ്റി സിസ്റ്റം. ബ്രീത്തിങ് മാത്രം. ഹഠയോഗ പ്രദീപിക എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഭാരതീയ ശാസ്ത്രത്തിൻ്റെ പുസ്തകത്തിൽ പ്രാണായാമേന യുക്തേന സർവരോഗ സമാധാനം. ശരിക്കും പ്രാണായാമം ചെയ്താൽ എല്ലാ രോഗങ്ങൾക്കും കുറേയൊക്കെ കൺട്രോൾ ചെയ്യാം. അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. തെറ്റായിട്ട് ചെയ്താൽ പല രോഗങ്ങളും നിങ്ങൾക്ക് വരാൻ വെറും പ്രാണായാമം തെറ്റായിട്ട് ചെയ്താൽ. ഒരിക്കലും ഞാൻ ബ്രീത്തിങ് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. Each one of you have got our own pattern. അതുപോലും അറിയാതെ ഹോൾഡ് യുവർ ബ്രത്ത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചത് ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ പിള്ളേരൊക്കെ നമ്മുടെ പിള്ളേർ ചെറുതാകുമ്പോൾ അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയത് സ്റ്റുഡൻറ്റ്. ഹോൾഡ് യുവർ ബ്രത്ത് എന്ന് പറയുമ്പോൾ ചെറിയ പിള്ളേർ കൊണ്ട് പ്രഷർ കുക്കറിന് കാറ്റ് പോകുന്നത്. അപ്പോഴാണ് റിയലൈസ് ചെയ്തത് നോബഡി ക്യാൻ ഹോൾഡ് ലൈക്ക് us. ഇതൊക്കെ അതിനുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ ഈ ചെല്ലുന്ന മന്ത്രങ്ങളും നാമങ്ങളും. ബ്രീത്തിങ് ടെക്നിക്ക് പണ്ട് പഠിപ്പിച്ചിരുന്നത് ശ്ലോകങ്ങളിലൂടെയാണ്. കാരണം നമ്മൾ ശ്ലോകം ചൊല്ലുകയും പാട്ട് പാടും. ഒരു പാട്ട് പാടുന്ന ഒരാളും മിക്കവാറും നല്ല സിംഗേഴ്സിനെ നോക്കിയാൽ നമുക്കറിയാം അവരുടെ ലൈഫ് ലോഞ്ചിറ്റിവിറ്റി ഈസ് മച്ച് ഹയർ. പൊളിറ്റീഷ്യൻ്റെ ലോഞ്ചിറ്റിവിറ്റി ഈസ് ഹയർ ബിക്കോസ് ദേ കീപ് സ്പീക്കിംഗ്. നല്ലപോലെ സംസാരിക്കുന്ന സമയത്ത് യു ഹോൾഡ് യുവർ ബ്രത്ത് ഓട്ടോമാറ്റിക്കലി. ഐ ആം ഹോൾഡിങ് മൈ ബ്രത്ത്. ഐ ഡോണ്ട് റിക്വയർ. ഞാൻ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഞാൻ പ്രാണായാമം ചെയ്തിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് ഐ ഹാവ് ഡൺ എക്സർസൈസ്. എൻ്റെ ഇപ്പോഴത്തെ എക്സർസൈസ് എന്ന് പറയുന്നത് ക്ലാസ്സുകളാണ്. ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ബീൻ പുട്ട് അണ്ടർ EEG. മൈ ബ്രെയിൻ ഡസൻ വർക്ക് വെൻ ഐ സ്പീക്ക്. നമ്മൾ ചിന്തിച്ചിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നത്, ചിന്തിച്ചിട്ടല്ല നടക്കുന്നത്. ദോശ ചുടുന്ന സമയത്ത് ജോമെട്രിക് ബോക്സ് വെച്ചിട്ട് റൗണ്ട് വരച്ചിട്ടൊന്നും ആരും ദോശ ചുടാറില്ല. ബട്ട് ഇറ്റ് ബിക്കംസ് റൗണ്ട്. ദാറ്റ്സ് ബിക്കോസ് യു ആർ കാഷ്വലി ഡൂയിങ് ഇറ്റ് ആൻഡ് യു ഹാവ് ദറ്റ് എക്സ്പെർട്ടൈസ്. അതുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ഡിവോഷണലി ചെയ്യാൻ സാധിക്കുന്നത്. ജ്ഞാനമാണ് അത്യാവശ്യം. ജ്ഞാനം ഇല്ലാണ്ട് ചെയ്യുന്ന സമയത്ത് ഡിവോഷൻ ഇല്ല. ആരെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അത് ആരും അറിയാത്ത ഒരാളെ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നോളജ് ഈസ്
പ്രൈം ഇമ്പോർട്ടൻസ്. അത് പഠിപ്പിക്കുമ്പോഴാണ് പ്രാണായാമം ചെയ്യുന്ന സമയത്താലും യോഗ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, യോഗ ഈസ് നോട്ട് മങ്കീസ് ജോബ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ മങ്കി പ്രാക്ടീസ് പോലെ കാലിൽ തലയിൽ വെച്ചിട്ട് വെക്കേണ്ട കാര്യമില്ല. സുഖാസനം എന്നാണ് ആസനം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം. എനിക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ഇരിക്കാം, ഏറ്റവും സുഖമായിട്ടുള്ള. അങ്ങനെ പ്രാണായാമം പഠിപ്പിക്കുന്നത്. മെഡിറ്റേഷൻ ഡോക്ടർ TPS, എൻ്റെ പേര് ഡോക്ടർ TPS ആണ്. യു നോ ഹൗ 20 minutes യു ഹാവ് ടു മെഡിറ്റേറ്റ് സോ കൂൾലി. അത് മാത്രമേ നമ്മൾ പഠിപ്പിക്കാറുള്ളൂ. ഒരു 18-20 ടൈപ്പ് മെഡിറ്റേഷൻസ് പഠിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് സൂഫി മെഡിറ്റേഷൻ. സൂഫി മെഡിറ്റേഷൻ നമ്മൾ ഡാൻസ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ടെമ്പറേച്ചർ മെഡിറ്റേഷനാണ്. Put yourself into 56 degrees. Hot yoga. Hot yoga, your body become flexible. അതിലും പോയിട്ടുണ്ട് ഞാൻ. Because I wanted to experiment. I am basically an academician. When I speak, I must learn that. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ക്രിയ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, ഉദര വഴിപാട്. ആ ഉദര വഴിപാട് ഞാൻ തന്നെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും പോയ്സൺ കഴിച്ച് ഛർദ്ദിപ്പിക്കലാണ്. ആലപ്പുഴയിലാണ്, തിരുപുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഐ വാണ്ട് ടു ഗോ. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഈ പണ്ട് മിക്കവാറും സിനിമാ നടന്മാരെല്ലാം അവിടെ കാണും. ആരെങ്കിലുമൊക്കെ ശാപം കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ വയറിന് ഈ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോയിട്ട് ചെയ്യുന്നൊരു വഴിപാടാണ്. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഈ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതെന്തിനാ ചെയ്യണം. അപ്പോൾ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര എന്ന് പറഞ്ഞാൽ കൺട്രോൾ യുവർ ഇന്ദ്രിയാസ്. എത്ര പേർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇന്ദ്രിയ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. ദ ടഫസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഈസ് ഇന്ദ്രിയ കൺട്രോൾ. പണ്ടൊരു തമാശ പറയാറുണ്ട്, ഒരു രാജാവ് വയറുവേദനയാണെന്ന് പറയുന്ന സമയത്ത് ഡോക്ടറോട് മെഡിസിൻ കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഒരു ഡോക്ടർ, പണ്ട് രാജാക്കന്മാർ അങ്ങനെയാണ്, ഇഫ് യു ട്രീറ്റ് മീ ആൻഡ് ഇൻ 3 days ഇഫ് ഐ എം നോട്ട് ക്യൂർഡ് ഐ വിൽ കിൽ യു. അങ്ങനെ കുറേ പേരെ കൊന്ന സമയത്ത് വയസ്സായിട്ടുള്ള ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഐ വിൽ ഗിവ് യു മെഡിസിൻ ബട്ട് വൈൽ ടേക്കിംഗ് മെഡിസിൻ ഡോണ്ട് തിങ്ക് അബൌട്ട് മങ്കീസ്. അയാൾ ഓരോ പ്രാവശ്യം മെഡിസിൻ എടുക്കാൻ നോക്കുമ്പോൾ അപ്പോൾ എന്ത് ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ പറയുന്നത് പ്രത്യാഹാര എന്ന് പറഞ്ഞാൽ കൺട്രോൾ യുവർ കൺട്രോൾ അല്ല വേണം, ലീവ് ഇറ്റ് ഫ്രീ എന്നാണ്. അതുപോലെ ഭഗവത്ഗീതയിൽ അറ്റാച്ച്മെന്റ് പാടില്ലാണ്. അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് ഭഗവത്ഗീത ഒരിക്കലും കൃഷ്ണൻ അർജുനോട് പറയില്ല. അറ്റാച്ച്മെന്റ് വേണം. വാട്ട് യു ഷുഡ് നോട്ട് ഹാവ് ഈസ് ബോണ്ടേജ്. ബന്ധനം പാടില്ല എന്നേ പറഞ്ഞു. ബന്ധനം എന്ന് പറയുന്നത് വിത്തൗട്ട് ദാറ്റ് ഐ വിൽ നോട്ട് സർവൈവ് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അറ്റാച്ച്മെന്റ്, ഐ ലൈക്ക് കോഫി, ഐ ലൈക്ക് ടീ, ഞാനതിൽ പക്ഷെ ബന്ധിക്കപ്പെട്ടിട്ടില്ല. അതില്ലെങ്കിൽ എനിക്ക് തലവേദന വരും എന്നുള്ളൊരു അവസ്ഥ വരുന്നത്. ഈ ഡിസ്റ്റിങ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് പ്രത്യാഹാരത്തിൽ അറിയാം. പ്രത്യാഹാരം, ദെൻ ധാരണ. ധാരണയിൽ ഐ കുഡ് കോൺസെൻട്രേറ്റ് ഓൺ എ ഫ്ലവർ, ഐ കുഡ് കോൺസെൻട്രേറ്റ് ഓൺ ലാൻഡ്. ഇപ്പോൾ അക്വേറിയം വെച്ചിട്ട് അതിനകത്ത് ഫിഷ് മൂവ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ മൈ ഇന്ദ്രിയാസ് ആർ നോട്ട് വർക്കിംഗ്. ദോ ഐ ആം സീയിങ് ഫിഷ്, ഐ മേ നോട്ട് സീ ദ ഫിഷ്. റൈറ്റ്? അത് ഉപനിഷത്തിൽ പറഞ്ഞത് ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുഷി പശ്യതിഹി എന്ന്. ഞാൻ കാണുന്നുണ്ടെങ്കിലും കണ്ണ് വർക്ക് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ദ സെൻസ് ഓർഗൻസ് ആർ വർക്കിംഗ് ബട്ട് ദ സിഗ്നൽ ഈസ് നോട്ട് ഗോയിങ് ടു മൈ ബ്രെയിൻ, നോ പ്രോസസിങ് ഈസ് ഹാപ്പണിങ്. ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് എനിക്ക് ധാരണ. ആ ധാരണയിൽ കുറേ സമയം ഇരിക്കുമ്പോൾ ഐ ഗെറ്റ് ഇൻ ടു ധ്യാനം. അത് ഒരു ഹാപ്പണിങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡ്രാഗിങ് സംബഡി ഇൻ ടു ധ്യാനം. Nobody can draw somebody into dhyana. It's a self-internal process. അതിനുശേഷമുള്ളതാണ് സമാധി, where I am disconnected from me itself. But I don't know how people can do a group yoga, group meditation. ഞാൻ എൻ്റെ വൈഫും കൂടെ മെഡിറ്റേഷന് പോയി. കൂടെ എന്ന് പറയുന്നതിൽ നിന്ന് വിമുക്തി നേടുന്നൊരവസ്ഥയാണ് സമാധി. പിന്നെ ഹൗ ക്യാൻ യു ബി ടുഗദർ ഇൻ എ മെഡിറ്റേഷൻ? അപ്പോൾ സമാധി ക്യാൻ നെവർ ബി ടോട്ട്. ധാരണയിൽ മാത്രം എത്തിക്കാൻ പറ്റും. ഐ ക്യാൻ ആസ്ക് യു ടു ഫോക്കസ് ഓൺ ദിസ് ഫ്ലവർ. ആ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് യു മസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ദിസ് സ്പേസ് ആൻഡ് ടൈം. ആ സമയത്ത് യുവർ ഇ ബിക്കംസ് സീറോ, സ്ട്രെയിറ്റ് ലൈൻ, ഒരു വൈബ്രേഷൻസും തലയിൽ ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ വി ഹാവ് കോൾഡ്, ഞാൻ സ്വാമി രാമയുടെ ആശ്രമമുണ്ട്, അവിടുത്തെ ഹോസ്പിറ്റലാണ് ഹിമാലയൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ്. ഈ സ്വാമി രാംദേവിന് അസുഖം വന്നാൽ അവിടെയാണ് വരാറ് ട്രീറ്റ്മെൻറ്റ്.
ലോകത്തിൽ പലരെയും ചികിത്സിക്കുന്ന ഒരാളെ അദ്ദേഹം മരുന്ന് കൊടുത്തിട്ട് അയാൾ സാധാരണ അസുഖം വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഹോസ്പിറ്റൽ. അത് രാമയുടെ സ്വാമി രാമ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ കുറേ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരെ വിളിച്ചിരുന്നു. വി ഓൾ പുട്ട് ദം ഇൻ ടു ഈജി. വി ഫൗണ്ട് അവർ നമ്മൾ ഈജി കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തുടങ്ങും വൈബ്രേറ്റ് ചെയ്യാൻ. ബിക്കോസ് ഇഫ് സംബഡി ഈസ് ടെസ്റ്റിംഗ് യു ഓട്ടോമാറ്റിക്കലി യുവർ കോൺസെൻട്രേഷൻ ഗോസ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ടു ബി കൺട്രോൾഡ്, ഇറ്റ്സ് ടു ബി റിലീസ്ഡ്. അത് നമ്മൾ ഇപ്പം ചിലർക്ക് വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സൂപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് വർക്കോളിക് ആയിട്ടുള്ള ഒരാൾ അയാളുടെ ഒരു ദിവസം അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞാൽ ഹി വിൽ ബി അപ്സെറ്റ്, ഹി വിൽ ഗെറ്റ് ഹെഡേക്ക്. പക്ഷെ ചിലർക്ക് ഓടുമ്പോഴായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുക, ചിലർക്ക് നടക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ലോങ് ഡ്രൈവ് ആയിരിക്കും. പക്ഷേ ഡ്രൈവിംഗ് ഇഷ്ടമില്ലാത്ത ഒരാളൊരു ലോങ് ഡ്രൈവ് ഇപ്പം പറഞ്ഞിട്ടുണ്ടാവും. സോ ദ പ്രിസ്ക്രിപ്ഷൻസ് ആർ ഡിഫറെൻറ്റ്. പണ്ടത്തെ ആയുർവേദവും ട്രീറ്റ്മെൻറ്റും മെഡിറ്റേഷനും ഒക്കെ ഓരോ ആൾക്കാർക്കും അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നു. ദാറ്റ്സ് വൈ ഇന്ത്യ ഈസ് ലോട്ട് ഓഫ് വെറൈറ്റീസ്. ഭഗവാൻ പോലും നമുക്ക് വെറൈറ്റികളാണ്, നമുക്ക് ഇഷ്ടമുള്ളവരെ പ്രാർത്ഥിക്കാം. ഇന്നാളെ തന്നെ പ്രാർത്ഥിക്കണം എന്നാരും പറഞ്ഞില്ല. അതുപോലെ നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ സമാജം. സോ നോബഡി ക്യാൻ ടീച്ച് മെഡിറ്റേഷൻ ടു എനിവൺ ഇൻ ദ വേൾഡ്. നമ്മുടെ യോഗ ഡേയിൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് മറ്റേ മില്ലിപ്പടി ഇങ്ങനെ നടന്നു പോകുന്ന നമ്മുടെ തറവാട്ടിലൊക്കെ മിക്കവാറും കാണുന്നൊരു സാധനം. അപ്പം ഞാനിങ്ങനെ പിക്ചർ നോക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഈ നിരന്ന് ഡൽഹിയിലെടുത്തിട്ടുള്ള ഒരു പടമുണ്ട്. അപ്പം യോഗ ആൻഡ് മില്ലിപ്പടി ഞാൻ തന്ന പുസ്തകത്തിലൊരു കവിത. So I make fun of all this. Though I am into that, I make fun of all. No, it's good because if most of us want to do something in the spiritual aspect, like we are all lost, right? We don't have anybody to guide us. At this time, there are a lot of people in the market who are visible, right? But the question is that when there is nothing else, we always seek to that. And I understood. So I will answer your question. But how do you make sure that there is not the people? No, Suraj is able to ask this question because you are already into that LKG, grade 1, grade 2 in that class. You have got introduced to Sadhguru and you have got some spiritual activity. That was as a part of seeking, but before that I had some experience. Doesn't matter. All that, everybody need not learn all this. അതിൽ കുറച്ച് പേരെ സൊസൈറ്റിയിൽ ഉണ്ടാവും. ആ ഒരു ചോദ്യം വരുന്നത് കൊണ്ടാണ് യു ആർ ഏബിൾ ടു ആസ്ക്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സമാധി എന്ന് പറയുമ്പോഴും ഇത് ഇതുവരെ കേൾക്കാത്ത ഒരാളോട് പറയുമ്പോൾ അവർ ദേ വിൽ സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ഇതെന്താണെന്നും ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ യു വിൽ ഹാവ് ടു അണ്ടർഗോ. നമ്മുടെ KG യിലും പ്രൈമറിയിലും പഠിപ്പിച്ച ടീച്ചേഴ്സ് എക്സ്പെർട്സ് അല്ല നമുക്കറിയാം, പക്ഷെ അവർ ബയോളജി പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു മൈഗ്രേറ്റ് ഫ്രം ദറ്റ് KG ടു ഹയർ ലെവൽ ആൻഡ് ഗെറ്റ് ഇൻ ടു എ PhD ലെവൽ. സോ യു വിൽ റീച്ച് ഇൻ ടു ദാറ്റ്. ഈ പഠിക്കുന്ന എല്ലാവരും PhD ലെവലിലേക്ക് എത്തില്ല. ഓൺലി വെരി ഫ്യൂ വിൽ ഹാവ് ഇൻട്രസ്റ്റ്, ദേ വിൽ സ്റ്റാർട്ട് ലേണിംഗ്, ദേ വിൽ സ്റ്റാർട്ട് സീക്കിങ്. ഇപ്പം നമ്മളൊക്കെ കുറേ ഗുരുക്കന്മാരുണ്ട്. ഇപ്പം തിരുവണ്ണാമലയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി, രമണ മഹർഷിയുടെ അടുത്ത് പോയി. ഇപ്പം രമണ മഹർഷിയുടെ കോട്ടയെന്ന് പറയുന്ന സമയത്ത് രമണ മഹർഷി ഹാഡ് എ സെൽഫ് റിയലൈസേഷൻ, ബട്ട് ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ്. ഈ സെൽഫ് റിയലൈസേഷൻ കഴിഞ്ഞ സമയത്താണ് അയാൾ പുറത്തൊക്കെ സ്വാമിമാരടുത്ത് പോയി ചോദിച്ചത്, നിങ്ങൾ ഈ വായിക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? അപ്പോഴാണ് പറഞ്ഞത് ഇത് ഗീതയാണ്. അപ്പോൾ സെൽഫ് റിയലൈസേഷൻ കഴിഞ്ഞിട്ട് ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ്, ഹി സ്റ്റാർട്ടഡ് ലേണിംഗ് ഓൾ ദ സ്ക്രിപ്റ്റേഴ്സ്. അപ്പോൾ ചിലർ സെൽഫ് റിയലൈസേഷൻ കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റേഴ്സ് പഠിക്കാൻ പോകും, ചിലർ സ്ക്രിപ്റ്റേഴ്സ് പഠിച്ച് സെൽഫ് റിയലൈസേഷൻ ഇല്ലാതെ ഉണ്ടെന്ന് നടിക്കും. ഇതൊക്കെ ഭഗവത്ഗീത പറഞ്ഞത്. ഈ കാറ്റഗറിയിൽ പെടുന്നവരെ നമ്മൾ അസുരന്മാരെന്ന് വിളിക്കണം, ഈ കാറ്റഗറിയിൽ പെടുന്നവരെ ദേവന്മാരെന്ന് വിളിക്കണം. ഈ അസുരന്മാരും ദേവന്മാരും ദേ ആർ നോട്ട് ഫ്രം ഡിഫറെൻറ്റ് വേൾഡ്. ഇവിടെ തന്നെ കള്ളത്തരം നടത്തുന്നവരെ ഇങ്ങനെയാണ് വിളിക്കേണ്ടത്. രാജസികം എന്ന് ആരെ വിളിക്കണം, സാത്വികം എന്ന് ആരെ വിളിക്കണം. ഇത് രസകരമായിട്ടാണെന്നറിയാം അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഗുണത്രയ വിഭാഗ യോഗം എന്ന് പറഞ്ഞാൽ ഓരോരാളുടെയും ഗുണം 3 വിധത്തിൽ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണം എന്നാണ്. അതിന് മുമ്പത്തെ ചാപ്റ്റർ ദേവന്മാരും അസുരന്മാരും കൂട്ടത്തിൽ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളണം. അത് കണ്ടുപിടിക്കുന്നവർ കുറേ കാലം ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അവിടത്തേക്ക് എത്തുക. സോ ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ഡസന്റ് ഹാപ്പൻ. നമ്മളെല്ലാവരും അത് ചെയ്യണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല, ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇഫ് യു ആർ എ സീക്കർ, there are no gurus, they are all seekers. I am also a seeker. We keep meeting, we keep going to people. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്തൊക്കെ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അരമണിക്കൂർ ചിലവഴിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് 24 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ്. ആ അരമണിക്കൂർ ഇസ് ഗുഡ് ഇനഫ്, ഹാഫ് ആൻ അവർ ഇസ് ഗുഡ് ഇനഫ്.
അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാവോ വാട്ട് വി ലേൺ ഫ്രം ദ ഏർലിയർ വാസ് നോട്ട് കറക്റ്റ്. യു ഡോണ്ട് ഹാവ് ടു സ്റ്റിക്ക് ടു വൺ. യു ക്യാൻ കീപ് ഗെറ്റിംഗ് നോളജ് ഫ്രം ഡിഫറെൻറ്റ് പീപ്പിൾ. So basically you can start with homeopathy company. Yeah, that's what I'm saying. But don't think that എവിടെയാണ് നമ്മൾ നശിച്ചു പോകുന്നത് വെച്ചാൽ ഐ ഗെറ്റ് ഇൻ ടു വൺ ഗ്രൂപ്പ് ആൻഡ് സേ ദേ ആർ ദ മാസ്റ്റേഴ്സ് ആൻഡ് എവരിബഡി എൽസ് ഈസ് യൂസ്ലെസ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഒരു വാക്കിൽ ഒതുക്കിയത്, ഐ ഡോണ്ട് ഹാവ് എനി ഈസം, ഐ ആം നോട്ട് വിത്ത് എനിവൺ, ബട്ട് ഐ ഗോ ഫോർ എവരിവൺ. ഇപ്പം വിവേകാനന്ദനെ കുറിച്ച് നല്ലപോലെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് ഹി വാസ് എ ലേണർ ഓഫ് ദ ടൈം. ദാറ്റ്സ് വൈ ഹി വാസ് ഡിഫറെൻറ്റ്. അയാൾ പഠിപ്പിക്കാൻ പോയിട്ടില്ല അവിടെ. ആകെ ചിക്കാഗോയിൽ വന്ന സമയത്താണ് ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ഡു യു നോ ദാറ്റ്? നോ, ഹിസ് സ്പീച്ച് വാസ് 6th in sequence. അത് കേട്ടപ്പോൾ അല്ല, അയാളുടെ ഫസ്റ്റ് സ്റ്റേജ്, പക്ഷേ സീക്വൻസിൽ 6th ആയിരുന്നു. സോ ഹി ഹാഡ് ദിസ് സ്റ്റേജ് ഫിയർ. ഹി വെന്റ് ആൻഡ് ടോൾഡ് ദ ഓർഗനൈസേഴ്സ്, പ്ലീസ് ഡോണ്ട് പുട്ട് മീ ഇൻ ദ ഫോർമൽ സെഷൻ, പുട്ട് മീ ഇൻ ദ ആഫ്റ്റർനൂൺ. അതിൽ 17ാമത് ഇട്ട സമയത്ത് അയാൾ പറഞ്ഞു, എൻ്റെ മുമ്പിലുള്ള എല്ലാ സ്പീക്കേഴ്സും കുറേ വയസ്സന്മാരും താടി നരച്ചവരും കുറേ പേപ്പറൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഐ ഡിഡ്ന്റ് പ്രിപ്പയർ എനിത്തിങ്, ഐ ആം ദ യംഗസ്റ്റ്, പ്ലീസ് പുട്ട് മീ ബാക്ക് അഗെയിൻ. അങ്ങനെ 34ാമത്തെ സ്പീക്കറായിട്ട് വന്ന അദ്ദേഹം പിറ്റേ ദിവസം പേപ്പറിൽ ഒറ്റ ആളുടെ പേരേ വന്നിട്ടുള്ളൂ, വിവേകാനന്ദൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് എ പ്രാക്ടിക്കൽ, ഹി വാസ് എ ജസ്റ്റ് ജിം അറിയുന്ന ആളായിരുന്നു. എവറി ഡേ ഹി യൂസ് ടു ഡു എക്സർസൈസ്. വിവേകാനന്ദ റോക്കിൽ പോയത്, ഇന്ന് ബോട്ടുകളുണ്ട്, അന്ന് ബോട്ടില്ലാത്ത കാലത്ത് നേരെ കടലിൽ ഇറങ്ങിയിട്ട് സ്വിം ചെയ്തിട്ട് അവിടെ പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എന്തുകൊണ്ടാണ്? കാരണം അയാൾ ഭഗീരഥ പ്രയത്നം എന്നൊരു മലയാളത്തിലേക്ക് വന്നത്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ജോബിനെയാണ് ഭഗീരഥ പ്രയത്നം. ഭാഗീരഥി റിവറിന്റെ തീരത്താണ് വിവേകാനന്ദന്റെ ജീവിതം. അപ്പൊ എല്ലാ ദിവസവും ഏറ്റവും റഫായിട്ടുള്ള വെള്ളത്തിൽ ചാടിയിട്ട് നീന്തം പഠിച്ചതാണ്. ഹി വാസ് എ ഗ്രേറ്റ് സ്വിമ്മർ. ഏത് പുസ്തകം എടുത്തു കഴിഞ്ഞാലും ഹി നെവർ റീഡ്സ്, ഹി ഓൺലി ഗ്ലാൻസ് ത്രൂ ദിസ് ആൻഡ് ദെൻ ഗെറ്റ് ടു ദ എൻഡ്. ആ ബുക്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ പറയാമെന്ന് പറയാം. അങ്ങനെ പഠിച്ചൊരു വ്യക്തി. 12 കൊല്ലം വിവേകാനന്ദ കേന്ദ്രത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഹൈദരാബാദ്, രാവിലെയും വൈകുന്നേരമൊക്കെ പോയിട്ട്. നമ്മൾ അവിടെയുള്ള പുസ്തകങ്ങൾ നോക്കുന്ന സമയത്ത് ഐ ഹാവ് എ ഫ്രണ്ട് ഓഫ് മൈൻ, എൻ്റെ ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ ആദ്യം വായിച്ചിട്ട് കറക്റ്റ് ചെയ്തത് വിവേകാനന്ദ സ്വാമികളുടെ കൊട്ടേഷൻസിലെ പോയട്രി പഠിച്ചിട്ടുള്ളതാണ്. അയാളുടെ കോട്ട്സ് ഫേമസ് ആവാൻ കാരണം ദ പോയറ്റിക്കൽ ആസ്പെക്ട് ഇൻ ദാറ്റ് ആണ്. ഇത് രസകരമായ പോയറ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. ഇറ്റ് ഈസ് കാച്ചി. അത് മിക്കവാറും ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഗീതയിൽ നിന്ന് എടുത്തിട്ടുള്ള രാജയോഗമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടീസ്. ആ രാജയോഗം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് എന്നാണ്. ആ ലീഡർഷിപ്പ് പഠിച്ച ഒരാളാണ്. ആ ഒറ്റൊരു ലീഡർഷിപ്പ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വിവേകാനന്ദൻ കുഡ് ബിക്കം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രയോ ഇതുണ്ടെന്നറിയാം. നമ്മൾ ശരിക്കും പഠിക്കണമെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു മോസ്റ്റ് ഓഫ് ദ ഡോക്യുമെൻ്ററീസ് അവൈലബിൾ ഓൺ ദീസ് സ്വാമി. ഞാനൊക്കെ വിവേകാനന്ദൻ്റെ ഡോക്യുമെൻ്ററി ബൈ ഹാർട്ട് പഠിക്കും. അത്രയും പഠിക്കാനുണ്ട്. എത്രയോ ട്രബിളുകളും സ്ട്രഗിളുകളും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഇതൊക്കെ കർമ്മത്തിൽ നിന്ന്, ആക്ഷനിലൂടെ, ജ്ഞാനത്തിലൂടെ ലീഡർഷിപ്പിലെത്തിയവരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ അവരെ കാണുമ്പോൾ, അവരുടെ സോഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ മുമ്പിൽ വേദങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻസും ഉപനിഷത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകുമ്പോൾ, വൈ വി ഷുഡ് ഗോ ടു ദീസ് സിഗ്നൽ ബോർഡ്സ്? വൈ ഡു വി ഹാവ് ടു ഗോ ഫോർ? നമുക്കിത് മനസ്സിലാവാത്ത അൺഎഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഇപ്പോൾ ശശിധരൻ പറയുന്നതിന് ശേഷമാണ് ഐ ആം നോയിങ് ദാറ്റ് ഓക്കെ വി ക്യാൻ ഗോ ടു ദീസ് തിങ്സ്. ബട്ട് ദീസ് റിസോഴ്സസ് are like, unless nobody knows about Vivekananda, നമ്മൾ സീക്ക് ചെയ്യുമ്പോൾ that is what we see. അല്ല, നമ്മുടെ എല്ലാ ഇപ്പൊ വിവേകാനന്ദ എന്ന് പറയുന്ന പേര് നമുക്കറിയാം. അയാളെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നോക്കുക. ആഗ്രഹം ഉണ്ടാക്കുകയാണ് നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വിശ്വേശ്വരയ്യനെ കുറിച്ചും ഒക്കെ പറയാൻ കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ വിശ്വേശ്വരയ്യയെ പോലെ ആവണം എന്ന് പഠിപ്പിക്കാനാണ്. അത് ഇംബൈബ് ചെയ്യാനുള്ള ടീച്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ടീച്ചേഴ്സിൻ്റെ ലാക്കാണ്. അതുകൊണ്ടാണ് ഐ ടോട്ട് മോർ ദാൻ 5 lakhs ടീച്ചേഴ്സ് ഓഫ് ആണ്. അവരൊക്കെ ഞാൻ പഠിപ്പിച്ചില്ല എങ്ങനെ പഠിപ്പിക്കണം എന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ? നമ്മൾ മാത്സ് പഠിപ്പിക്കും, കെമിസ്ട്രി പഠിപ്പിക്കും, ഫിസിക്സ് പഠിപ്പിക്കും, ബയോളജി പഠിപ്പിക്കും. പക്ഷെ എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ബിടെക് കഴിഞ്ഞാലും ട്രെയിനിങ്ങിന് പോയിട്ട് വേണം എംടെക്കിനോ അല്ലെങ്കിൽ GREക്കോ ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങൾ അതുകൊണ്ടല്ലേ ഉണ്ടാവും. എന്തുകൊണ്ട്? കാരണം വെച്ചാൽ സ്വയം പഠിക്കാൻ പറ്റും എന്നുള്ള. ഇപ്പം ഞാൻ സിവിൽ സർവീസിന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്.
പക്ഷേ സിവിൽ സർവീസിന് ആരെങ്കിലും ട്രെയിനിങ് തരുമോ വെച്ചാൽ ഞാൻ പറഞ്ഞോ, ഐ ആം നോട്ട് ട്രെയിനിങ് എന്ന് പറയുന്ന വാക്ക് തന്നെ റിപ്പീറ്റേറ്റീവ്. നമ്മൾ പട്ടികളൊക്കെ ട്രെയിൻ ചെയ്യും, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിൽ സ്കിൽ ഉണ്ടാക്കുന്നതിനാണ് ട്രെയിനിങ് എന്ന് പറയുക. വൈ ഷുഡ് എ സിവിൽ സർവീസ് IAS പോകുന്ന ഒരാൾ ട്രെയിനിങ്ങിന് പോകുന്നതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാവും. ഇൻ ഗൈഡൻസ്, ഇൻ എ ഡയറക്ഷൻ, യു മസ്റ്റ് ബി ഏബിൾ ടു ലേൺ ദംസെൽസ്. ഇന്നലെ സിനിമ അതുകൊണ്ടാണ് തെലുങ്കിലൊരു സിനിമ ഇന്നലെ ഞാൻ റെഫർ ചെയ്ത് പറഞ്ഞത്, ഐ വാച്ച് ഓൾ ദ മൂവീസ്. വാച്ചല്ല, ഐ സ്റ്റഡി ഓൾ ദ മൂവീസ്, ഐ ഡോണ്ട് വാച്ച് മൂവീസ്. അതിൽ കുറേ പഠിക്കാനുണ്ട്, കാരണം കുറേ റിസർച്ച് ചെയ്തിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനൊരു സില്ലി ക്വസ്റ്റൻ അല്ല, സീരിയസ് ക്വസ്റ്റൻ ആണ്, ബട്ട് ഇറ്റ് മൈറ്റ് സൗണ്ട് സില്ലി. നിത്യാനന്ദ ഇല്ലേ, അതിൻ്റെ സ്പീച്ച് കുറേ യൂട്യൂബിൽ വരാറുണ്ട്. അതൊക്കെ കോമഡി ആയിട്ടാണ് വരുന്നത്. ബട്ട് one person who told me, we cannot comment that it is funny. We cannot. Unless until we try it or unless we follow it. So how much he is telling is true? ഞാൻ പറയുന്നത്, why are we asking this question? Because he is popular. Why is he putting on to YouTube? Because he want to be popular. ആണോ അല്ലയോ? Why do you market? നമ്മളിപ്പം ഏറ്റവും നല്ല സ്പീച്ച് എന്ന് ഞാനിപ്പോൾ പറഞ്ഞ നാരായണ തപോവന സ്വാമികളുടെ ഭഗവത്ഗീത ക്ലാസ് 700 എപ്പിസോഡുകളാണ്. അതിൻ്റെ നമ്പർ ഓഫ് വ്യൂവേഴ്സ് നോക്കിയാൽ 32 പേരൊക്കെയാണ്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ പ്രോബബ്ലി മലയാളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ അതേ സമയത്ത് വേറെ പോപ്പുലർ ആണെന്ന് പറയുന്ന പല സ്വാമിമാരുടെയും 2K 3K കാണാം. സോ ഇറ്റ് ഈസ് നോട്ട് ഹൗ മെനി പീപ്പിൾ, മനസ്സിലാണ്? ആ പഠിക്കുന്നവർ ഇപ്പം 8 കൊല്ലം മുമ്പ് പൂജാവിധികളും ഡാൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ ക്ലാസ് എടുത്തിരുന്നു. 2 പേരാണ് അച്ഛൻ. ആ 2 പേര് 8 വർഷവും എൻ്റെ കൂടെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യും, മനസ്സിലാണ്? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ നമ്പർ വിച്ച് കം, ഇറ്റ് ഈസ് ഹൗ ഡെഡിക്കേറ്റഡ് യു ആർ. നമ്മൾ PhD-കൾ LKG പോലെ 400 പേരെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ PhD-ക്ക് പഠിപ്പിക്കാറില്ല. സോ വി നീഡ് ഫ്യൂ റിസർച്ചേഴ്സ് ഹു ഹാവ് ഗോട്ട് ഇൻട്രസ്റ്റ്, ഹു വിൽ ലേൺ. അതല്ലെങ്കിൽ 2009 ഞാൻ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഐ എ സ്പേസ് വർക്കാണെങ്കിലും ഞാനും കുട്ടിസാറൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് സ്പേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ദേ ആർ ഓൾ പാർട്ട് ഓഫ് റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലാണ്. അതിൽ എൻ്റെ ലാസ്റ്റ് പോസ്റ്റിംഗ് വാസ് വിത്ത് PM's ഓഫീസ്. ഞാൻ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്ത് ദേ വർ ഓൾമോസ്റ്റ് ടു അബ്സോർബ് മീ ഇൻസൈഡ്. ദാറ്റ്സ് എ ടൈം ഐ വാണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. കാരണം അവിടെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വരാൻ പറ്റില്ല. അവിടുന്ന് പുറത്ത് വന്നിട്ട് ഞാൻ നേരെ വന്ന് പാലക്കാട് വന്നിട്ട് പൂറസ്റ്റ് ഓഫ് ദ പൂവർ 90 കുട്ടികളെ ഞാൻ എടുത്തു. ആ 90 കുട്ടികളോടും നിങ്ങൾക്ക് ആരാവണം എന്ന് ചോദിച്ച സമയത്ത് ഇലക്ട്രീഷ്യൻ ആവണം, കള്ള് ഷാപ്പിൽ സാധനം എടുത്ത് കൊടുക്കുന്ന ആളാവണം, ഓട്ടോറിക്ഷ ഡ്രൈവർ ആവണം, ഒരൊറ്റ ഒരുത്തനാണ് പോലീസ് ആവണമെന്ന് പറയും. 90 കുട്ടികളുണ്ട്. അവനോട് എന്ത് പോലീസ് ആണെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ അമ്മയെ ഇന്നലെ ആരോ പിടിച്ചുകൊണ്ട് കഴിഞ്ഞു, അത് പോലീസായിരുന്നു. അപ്പോൾ അവന് പവർഫുള്ളായിട്ട് കണ്ടത് പോലീസുകാരാണ്. ആ 90 പേരെയും ദർ വാസ് എ റിച്ച് മാൻ ഹു വാസ് റെഡി ടു സ്പോൺസർ ദ പ്രോഗ്രാം, PNC മെമ്പർ. അദ്ദേഹം പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തോ, യു ചേഞ്ച് ഇറ്റ്. ഓക്കെ, ടേക്ക് ഇറ്റ് നൗ, ഷൂട്ട് എവരിബഡി. അപ്പം ആ PNC മേനോൻ ഫണ്ടഡ് ദ ഹോൾ പ്രോഗ്രാം. ഞാനവർ ആദ്യം കൊണ്ടുപോയത് ഗോവയിലാണ്. കാരണം അവരുടെ ഒരു ഇൻഹിബിഷൻ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കാനൊരു ഭയം, അത് മാറ്റാൻ വേണ്ടിയിട്ട് നേരെ ഗോവയെ കൊണ്ടുപോയിട്ട് 45 ആൺകുട്ടികളും 45 പെൺകുട്ടികളും. അതിൽ 66 പേര് ആദ്യമായിട്ട് ട്രെയിൻ കാണുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ. കെൻ ഇമാജിൻ, ദാറ്റ്സ് കേരള. അവിടുന്ന് നേരെ ഗോവയിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണ്. ഓരോരാളും ഓരോ ഫോറിനേഴ്സിൻ്റെ ഹിസ്റ്ററിയും ബയോഗ്രഫിയും ജിയോഗ്രഫിയും പഠിച്ചോളാൻ പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർക്ക് ആരോടും ഇംഗ്ലീഷ് സംസാരിക്കാന്നുള്ള ധൈര്യമായി. മലയാളം മീഡിയത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് സംസാരിക്കാത്ത പിള്ളേരാണ്. അങ്ങനെയാണ് അവരെ മാറ്റിയെടുത്തത്. അതിൽ 37 കുട്ടികൾ, ഈ 90 കുട്ടികളും തോക്കുമെന്ന് ഉറപ്പ് ടീച്ചേഴ്സ് പറഞ്ഞ കുട്ടികളാണ്. 37 കുട്ടികൾ 10th-ലും 12th-ലും A+ പാസ്സായി. 17 കുട്ടികൾ ബാംഗ്ലൂർ B.Tech-ന് പഠിക്കുന്നു. 6 കുട്ടികൾ വിപ്രോൻ്റെ ഫെലോഷിപ്പിൽ മാസ്റ്റേഴ്സ് ചെയ്തു. ഞാൻ കുറേ കൊല്ലത്തിന് ശേഷം 2010 ചെയ്ത പ്രോജക്റ്റാണ്. 16-ലും 18-ലൊക്കെ അവിടെ ഇവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ പിള്ളേരെ കാണുമ്പോൾ എനിക്ക് റിയലി ത്രിൽഡ് ആവാം. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഒരാൾ മോശം നല്ലതെന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേ ആർ നോട്ട് ഗുഡ് ഓർ ബാഡ്, ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഗുഡ് ടീച്ചേഴ്സ്. നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, തളിപ്പറമ്പിലുള്ള ഒരു സ്കൂളാണ് ടാഗോർ വിദ്യാനികേതൻ, അവിടെ പഠിച്ചു. അവിടുന്ന്
ഇതുവരെ പുറത്താക്കപ്പെട്ടിട്ടുള്ള ഏക സ്റ്റുഡൻറ്റ് ഡോക്ടർ ടി പി ശശികുമാറാണ്. 8ാം ക്ലാസ്സിൽ എൻ്റെ റാങ്ക് ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. 27 കുട്ടികളാണ് അവിടെ നോക്കിയാൽ കാണാം. 77-78 ബാച്ചിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിട്ടേൺ എക്സാമിനേഷൻ ഫസ്റ്റ് ക്ലാസ്. അങ്ങനെയാണ് ആദ്യം ഫസ്റ്റ് ക്ലാസ് അല്ലേ, അതിൽ 27 ഉണ്ടാവും. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ 26 പോയാൽ. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ എനിക്ക് ടി സി ഒന്ന് പുറത്താക്കിയതാണ്. അതേ സ്കൂളിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും അവാർഡ് കൊടുക്കാൻ എന്നെയാണ് വിളിച്ചത്. അവർക്ക് അറിയില്ല ഞാൻ അവിടുന്ന് പുറത്താക്കിയ കുട്ടിയാണ്. എന്നെ വിളിക്കാൻ കാരണം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറായിരുന്നു. കുറേ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം ഒരുവിധം എല്ലാ സ്കൂൾസിലും കോളേജസിലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടും അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് വിളിച്ചതാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നെ പുറത്താക്കിയതാണ്. ഈ കുട്ടികളുടെ ഒരു ഗതി ആലോചിച്ച് നോക്കണം. സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാളെ മനസ്സിലാണ്. അപ്പം നമ്മൾ മിക്കവാറും കുട്ടികളെ അസസ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് അസസ് ചെയ്യുന്നത് തെറ്റാണ്. ദർ ആർ ബ്രില്യൻറ്റ് ചിൽഡ്രൻ. അവരെ നന്നാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ചിൽഡ്രൻ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഏറ്റവും താഴെയുള്ള കുട്ടികൾ. എൻ്റെ ബ്രദർ IFS കിട്ടിയിട്ടുള്ളതാണ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഒരു ട്രെയിനിങ്ങിനും എവിടെയും പോയി. വെറും നാട്ടിൽ ഞങ്ങൾ മലയാളം മീഡിയം പഠിച്ച ഏറ്റവും മോശം സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. അവിടുന്ന് പാസ്സാവുന്ന കുട്ടികളാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും നല്ല സപ്പോർട്ടും നല്ല ഡയറക്ഷനും ഉണ്ടെങ്കിൽ പീപ്പിൾ ക്യാൻ ബിക്കം ഗുഡ്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ കേരളത്തിലിപ്പം ഞാൻ IASൻ്റെ ഡെസ്റ്റിനേഷൻ IAS എന്നൊരു പ്രോഗ്രാം തുടങ്ങി. പ്രിലിംസ് ഹാൻഡ് ബുക്ക് എന്നിട്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. കണ്ണൂർ കളക്ടറോട് കൂട്ടിയിട്ട്, കളക്ടർ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കളക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടിയിട്ട് നമുക്ക് ലൈബ്രറി ഉണ്ട്. കണ്ണൂർ ലൈബ്രറി എന്ന് പറയുന്നത് കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിന് എന്ത് ബുക്ക് വേണമെങ്കിലും അവിടെ മേടിച്ച് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കുട്ടികൾക്കുള്ള ബുക്ക് മേടിച്ചിട്ട് നമുക്ക് IAS തുടങ്ങാമെന്ന് പറഞ്ഞത് 10 കൊല്ലം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും അതിനകത്ത് മെമ്പർഷിപ്പ് വേണം. വി വിൽ ഹാവ് എ കമ്മിറ്റി. എല്ലാ പാർട്ടി 17 മെമ്പേഴ്സ് പാർട്ടി, ഓരോ പാർട്ടിയിൽ നിന്ന് ഓരോ റെപ്രസെൻറ്റേറ്റീവ്. ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അവരുടെയൊക്കെ റിലേറ്റീവ്സും റിട്ടയർ ആയിട്ടുള്ള ഹിസ്റ്ററി ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചറും ഒക്കെ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അതാണ് അപ്പം നമ്മുടെ ഫോക്കസ് ഇല്ലായ്മയാണ് അതിൻ്റെ കുഴപ്പം. ഇപ്പം കേരളത്തിൽ ഏറ്റവും നല്ല ട്രെയിനിങ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് IAS ട്രെയിനിങ് ആണ്. കാരണം 3 കൊല്ലം ട്രൈ ചെയ്ത് കിട്ടാത്ത ആളൊക്കെ IAS ട്രെയിനിങ് പഠിക്കും. മിക്കവാറും ബാങ്ക് കോച്ചിങ് പഠിപ്പിക്കുന്ന ആരാ? 7 കൊല്ലം ബാങ്ക് കോച്ചിങ്ങിന് പഠിച്ചു. ബാങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ കോച്ചിങ് സെൻ്റർ. ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള ഒരാൾക്ക് എളുപ്പം കിട്ടാവുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് ജോബ്. കറക്റ്റ്? അതുകൊണ്ട് ഈ ടീച്ചേഴ്സ് ആർ നോട്ട് ഗുഡ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ട്രൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്നത് നല്ലൊരു പെഡഗോഗീസ് ആൻഡ് പ്രാക്ടീസസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് വിച്ച് ഈസ് ടു ബി ലേൺ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. നിങ്ങൾ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഹിന്ദി പഠിപ്പിക്കണം. ഗീവ് മീ എനി സ്റ്റുഡൻറ്റ് ഇൻ എ വീക്ക് ഐ ക്യാൻ ടീച്ച് ദം ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ഏത് ലാംഗ്വേജ്? But if somebody wants to learn the language, how can he contact you? That is the thing. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ ടെക്നോളജീസിലാണ് പ്രാധാന്യം. നമ്മൾ സാധാരണ പഠിപ്പിക്കുക എഴുതി പഠിപ്പിക്കലാണ്. നമ്മൾ ഒരിക്കലും കുളിക്കുന്ന സമയത്ത് സിസ്റ്റമായിട്ട് കേട്ട് കാലം മുതൽ തലവരെ കുളിക്കാറില്ല. ഷവറിൻ്റെ മുമ്പിൽ പോയിട്ട് നനയട്ടാവും. എൻ്റെ അടുത്ത് ക്യാമ്പിൽ വരുന്ന 5 ദിവസത്തെ ക്യാമ്പ് എൻ്റെ തറവാട്ടിൽ നടത്തുമ്പോൾ മലയാളം എഴുതാൻ അറിയാത്തവർ, കന്നഡികാസ് കന്നഡ എഴുതാൻ അറിയില്ല, തെലുങ്ക് എഴുതാൻ അറിയാത്ത തെലുങ്കന്മാർ, ഇവരൊക്കെ ഉണ്ടാവും. മിക്കവാറും NRIs ആണ് വരിക. അവരുടെ കുട്ടികൾ ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കുന്നത് What do you want? You want some tea? Yeah? You want tea? Okay. Go. You like tea? അപ്പോൾ ആ കുട്ടികളെ നമ്മൾ സാധാരണ എഴുതാൻ പഠിപ്പിക്കുക. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, റിലേറ്റീവ്സിൻ്റെ പേര്, ഫ്രണ്ട്സിൻ്റെ പേര്, തീർന്നു. ദേ അങ്ങനെ ഒരു 100 ആളുടെ പേര് എത്തുമ്പോഴത്തേക്കും ദേ ലേൺ ദ ഹോൾ ലാംഗ്വേജ്. ഇപ്പം ഞാനിവിടെ കൊളംബസിൽ നടത്തിയ ക്യാമ്പിൽ കന്നഡികാസ്, തെലുങ്കന്മാർ, ഹിന്ദി, മലയാളം, തമിഴ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരെയും പഠിപ്പിച്ചു എഴുതാൻ വായിക്കാൻ. ഒരാഴ്ചത്തെ 5 days വാസ് ഗുഡ് ഇനഫ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുക
ഈ ക്ഷ എന്നൊക്കെ എത്തുമ്പോഴത്തേക്കും അവൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞു. അവൻ ഇത് എവിടെയാണ് അപ്ലിക്കേഷൻ ഇല്ലാത്തൊരു സംഭവം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ യു വിൽ നെവർ റീച്ച് ചെയ്യുന്നത്. ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ടെക്നിക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വി ഡോണ്ട് റിക്വയർ ഹാർഡ് വർക്കിംഗ് എന്നല്ല വേണ്ടത്. ശരിക്കും സ്മാർട്ടാവും. ആ സ്മാർട്ട്നെസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ട്. The whole Indian education system doesn't talk about like Indianness. I mean, like, that's the whole problem. We are westernized like system. No, we were neither there nor here. അതാണ് അവസ്ഥ. I mean, it's not even teaching like how to be a Indian. ഇപ്പൊ നിങ്ങളുടെ ശശി തരൂരിന്റെ ഒരു പാർലമെന്റിൽ ഒരു സെഷൻ ഉണ്ട്. All engineers we are producing are all users. അത് കുറേ ആൾക്കാർ പറഞ്ഞു. കാരണം മിക്കവാറും ആൾക്കാർ ഇപ്പം ഇൻഫോസിസിന്റെ മൈസൂർ ട്രെയിനിങ് സെന്ററിൽ നടക്കുന്നത് എല്ലാ കുട്ടികളെയും ബേസിക് മാത്സ് മുതൽ ആദ്യം പഠിപ്പിക്കണം. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു 2 വർഷം MBA പഠിപ്പിച്ച പ്രൊഫസറായി. നമുക്കറിയാം ഒരു വിവരമില്ലാത്ത പിള്ളേരാണ് മിക്കവാറും ആൾക്കാർ. ഇന്ത്യയിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണെങ്കിൽ കമ്പ്യൂട്ടർ തുടങ്ങുന്നേ ഇല്ല. ഈ നീഡ് നോട്ട് ഈവൻ ഡു എ ലാബ്. But still you can do it. The percentage of pass in Kerala is 4%. First year pass out engineering in the pass percentage 4% ആണ്. പിന്നെ ഒരു മാനേജ് ചെയ്യാൻ പാസ്സാക്കുന്നത്. അതേമാതിരി മെഡിക്കൽ സ്കൂൾ സ്റ്റുഡൻസ് മെഡിക്കൽ ബെറ്റർ ബിക്കോസ് വി ഹാവ് എ പ്രാക്ടിക്കൽ സെഷൻ. ഇവിടെ വിത്തൗട്ട് എൻ ഇൻഡസ്ട്രി ഈ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആരും ഇതുവരെ ഒരു എഞ്ചിനീയറിന്റെ പണി ചെയ്തിട്ടില്ല. അവരുടെ ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ ടീച്ചറാകുന്നത്. വേറെ എന്തും ജോലി കിട്ടാത്ത ടീച്ചറാകും. ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ആകുന്ന സമയത്ത് പിന്നെ ഇലക്ട്രോണിക്സ് ടീച്ചേഴ്സിന് 3 പോസ്റ്റിന് അപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ 3000 പേരാണ്. അതിൽ M.Tech പാസ്സുകാർ കരുണ എഞ്ചിനീയറിംഗ് കോളേജ് ഫ്രം തമിഴ്നാട് 600 പേരെ അപ്ലൈ ചെയ്തിരിക്കണം. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് പാസ്സായ ഒരാൾക്കും നമ്മളിത്ര ശമ്പളം കൊടുക്കുന്നത്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങൾ ടീച്ചർക്ക് ശമ്പളം കൊടുക്കുന്നത് 6000 6,000 rupees. അറ്റൻഡർ ഈസ് പെയ്ഡ് മോർ ദാൻ ദാറ്റ്. കാരണം അറ്റൻഡറുടെ പോസ്റ്റിന് ആൾ കിട്ടില്ല. നൈറ്റ് വാച്ച്മാൻ വി പേ 10,000 rupees. പക്ഷേ അതേ കോളേജിൽ teachers are paid 6,000 rupees because 2,000 people are there applicants. Everybody is ready. Without payment also they will teach. അതാണ് പ്രോബ്ലം. But people keep telling that നമുക്ക് സ്വന്തം ആത്മബോധത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഹിന്ദുക്കളാണ്. ഇന്റർപ്രിട്ടേഷൻ പറയാം. ബട്ട് നോ പിക്ചേഴ്സ് ടോക്സ് അബൌട്ട് ഹിന്ദുസ്. അത് ശരിക്കും ബ്രിട്ടീഷേഴ്സ് കുറേ ട്രാവലേഴ്സ് സിന്ധിന്റെ അപ്പുറത്തുള്ള സ്ഥലം അപ്പുറത്ത് പറഞ്ഞതല്ല. പക്ഷേ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സ്ഥലവുമാണ്. ഹിന്ദു നദി എന്ന് പറയുന്ന നദിയുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് റിവേഴ്സ് ഫ്രം സൗത്ത് ടു ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കവർ ചെയ്തിട്ടാണ് ഹിന്ദു നദി എന്ന് പറയുന്നത്. യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാൻ ഒരു പേരുണ്ടാവും. ബട്ട് അത് മലേഷ്യ വരെ റോം മുതൽ നമ്മുടെ വേദനല്ല മംഗോളിയൻ ചൈന മംഗോളിയ ബോർഡറിൽ ഗുമ എന്ന് പറയുന്ന സ്ഥലത്താണ് വേദം എഴുതപ്പെടുന്നത്. എല്ലാ ഋഷിമാരും അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നത്. അതാണ് നമ്മുടെ ഈ ആര്യ ഇൻവേഷൻ എന്ന് പറയുന്ന സംഭവം. അതൊക്കെ ഈ ഹിമാലയത്തിന്റെ അപ്പുറത്തിരുന്ന് അതാണ് ഗോഡ്സ് ഓൺ വാലി. നമ്മൾ കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ പേര് ഗോഡ്സ് ഓൺ വാലി എന്നാണ്. അത് ഫുൾ ഭഗവാന്മാരെ സെറ്റ് ചെയ്ത സ്ഥലമാണ്. അവരവിടുന്നൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണ്. ആ ഒരു സ്ഥലം ഇറങ്ങി വന്നതിന് ശേഷം നോർമലി ഇത് വുഡ് ഹാവ് ബീൻ കോൾഡ് നമ്മുടെ ഇൻവേഷൻ സ്ഥലത്തുള്ള പേരുകളൊക്കെ. അല്ലാതെ
ഭാരതം എന്ന പേര് മാത്രമേ ഭാവരാഗ താളത്തോടു കൂടിയിട്ടുള്ള സ്ഥലം, ഭരതൻ ഭരിച്ചിരുന്ന സ്ഥലം. കാരണം ഭരതവംശം, ഭരതഖണ്ഡേ, നമ്മൾ സാധാരണ പൂജക്കുന്നത് ഭരതഖണ്ഡേ ഭാരതദേശ നേരോഹ ദക്ഷിണേ പാർശ്വ. അപ്പൊ ഭാരതം എന്നുള്ള പേര് മാത്രമേ ബ്രഹ്മാണ്ഡാനാം മധ്യേ, ബ്രഹ്മാണ്ഡത്തിന്റെ മധ്യത്തില് ഭരതഖണ്ഡേ ഏഷ്യാദ്വീപില് ഭാരതദേശേ. അങ്ങനെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പൂജകൾ. ഇന്ത്യ എന്നുള്ള വാക്കേ ഭാരതം, ആ ഭാരതം രോമകദേശം, റോം മുതല് ഈ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് പിന്നെ ശ്രീലങ്ക മുതല് മധ്യപ്രദേശ് വരെയുള്ള ഹിമാലയം മുതൽ ശ്രീലങ്ക വരെ കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരച്ചാൽ അതിന്റെ സെന്ററാണ് നമ്മുടെ വാത്സ്യായന്റെ സ്ഥലം, വാത്സ്യപുരം എന്ന് പറയുന്ന സ്ഥലം. ഏതാണ്? ഖജരാഹോ. ഖജരാഹോന്റെ ഒറിജിനൽ നെയിം ഈസ് വാത്സ്യപുരം. ഖജരാഹോ മധ്യപ്രദേശ്. പന്ന എന്ന് പറയുന്ന ഒരു സ്ഥലം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അടുത്താണ്. ഝാൻസി ഡിസ്ട്രിക്ട് പത്തനം താഴെ മധ്യപ്രദേശിൽ. ഖജരാഹോ ടെമ്പിൾ അവിടെ വാത്സ്യപുരം ആയിരുന്നു എൻ്റെ ആദ്യത്തെ പേര്. ആ വാത്സ്യപുരത്ത് ഏത് ഡാൻസേഴ്സിനും ഏത് ഫാഷനിൽ നിന്നാലും ഏത് പോസ്റ്ററിൽ നിന്നാലും അതിന്റെ ഈക്വലന്റ് ആയിട്ടൊരു സ്റ്റാച്യു ഖജരാഹോയിൽ കാണാൻ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്കൾപ്ചേഴ്സ് ഉള്ള സ്ഥലം അവിടെ. ആ കാലത്ത് വാത്സ്യപുരം പിന്നെ ഖജരാഹോ ആയിട്ട് മാറി. അതായിരുന്നു ഭാരതത്തിന്റെ സെന്റർ. അപ്പൊ അവിടുന്ന് റോം വരെയും ഇങ്ങേയറ്റത്ത് ഓസ്ട്രേലിയ താഴെ മംഗോളിയ എൻഡ് വരെ ഭാരതം എന്ന് പറയുന്ന സ്ഥലം, ഭരതൻ ഭരിച്ചിരുന്ന സ്ഥലമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെയും കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. So are we getting recorded right now? I'm sitting right in front. I'm eating like crazy. ഈ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞില്ലേ ജംബുദ്വീപ്, അത് അമേരിക്ക തന്നെയാണോ? അല്ല, ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ ഏഷ്യ. ഏഷ്യ. ജംബുദ്വീപ് ഭരതഖണ്ഡേ ഭാരതദേശേ. പക്ഷേ ഇത് എഴുതിയ കാലത്ത് നമ്മുടെ ഈ പിന്നെ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ജിയോളജിക്കൽ പ്ലേറ്റ് മൂവ്മെന്റ്സ് പറയും. ആ പ്ലേറ്റ് മൂവ്മെന്റ്സ് പറയുമ്പോൾ ഇതൊക്കെ പണ്ട് ഭാരതം തന്നെ പിന്നെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന്റെ താഴത്തായിരുന്നു. ഈ പ്ലേറ്റ് മൂവ്മെന്റ്സ് മൂവ് ചെയ്തിട്ട് യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കുത്തിയിടിച്ചിട്ടാണ് ഹിമാലയം ഉണ്ടാവുന്നത്. ഒരു 200 മില്യൺ ഇയേഴ്സ് ബാക്ക് ഇന്ത്യ വാസ് മച്ച് സൗത്ത് വേർഡ്, ഇക്വേറ്ററിന്റെ ചോട്ടിലായിരുന്നു. ഈ എർത്തിന് തന്നെ ഒരു റിവേഴ്സിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊരു എഫക്റ്റ് ഉണ്ട്. ഇപ്പം മസ്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സോഹാർ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ യു ഹാവ് എ ആന്റി ഗ്രാവിറ്റി ലൊക്കേഷൻ ഉണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ കാണാൻ. അത് ഞാൻ പോയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ അവിടത്തേക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ വണ്ടി പിന്നെ മലയുടെ മുകളിൽ വലിയ ഹൈറ്റ് ഒന്നുമില്ല, ഈ സ്ലോപ്പേ ഉണ്ടാവും. ഈ സ്ലോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കും മോട്ടോർ ഓഫ് ഒക്കെ കയറി പോകും. കാരണം അതിന്റെ എർത്ത് ഹാസ് ഗോട്ട് എ ഫോർഗെറ്റ്ഫുൾനെസ് എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഇത് തിരിഞ്ഞു വെക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് റിവേഴ്സ് ചെയ്യാൻ മറന്നുപോയി. സോ ദാറ്റ് ബിക്കേം എ ഗ്രാവിറ്റി സെന്റർ. അത് അഗെയിൻസ്റ്റ് ദ ബേസിക് ന്യൂട്ടൺസ് റൂളിന് അഗെയിൻസ്റ്റ് ആണ്. ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്നത് ആര്യൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ദേവന്മാര് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേദം എഴുതിയത് ഇന്ത്യയിലെ അല്ല, ചൈന മംഗോളിയ ബോർഡറിലാണ്. അപ്പൊ അവിടുന്ന് താഴത്തേക്ക് അവരിറങ്ങി വന്നിട്ടുണ്ട് കുറെ ഭഗവാന്മാർ. നമ്മുടെ ഹിസ്റ്ററി എടുത്താലും അറിയാം, രാമൻ അയോധ്യന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പാണ്ഡവന്മാര് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, കൃഷ്ണനും അടക്കം. അപ്പോൾ എല്ലാവരുടെയും കഥ നോക്കി കഴിഞ്ഞാൽ ദേ ഓൾ ട്രാവൽ ടുവേർഡ്സ് സൗത്ത്. അത് ചിലപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ
ഫാക്റ്റ് ആവാം. അപ്പോൾ ഇന്ത്യ is in Aryans or Dravidians or what? നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ദ്രാവിഡിയൻസ് ആണ്. So അപ്പോൾ ആര്യൻ പറയുന്നത് ആര്യൻ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. അല്ല എവിടുന്ന് വന്നത്? അവർ വന്നിട്ടുള്ളത് യൂറേഷ്യൻ പ്ലേറ്റ് എന്നാണ്, യൂറോപ്പ് ഏഷ്യ പ്ലേറ്റ് എന്നാണ്. യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ അപ്പുറത്താണ്. ബിക്കോസ് അവർ കുറേ പറയുന്നത് ഇന്ത്യത്തെ all these Vedas are not Hindu religion. അതിനൊക്കെ സത്യമുണ്ട്. ഇത് നമ്മൾ എഴുതപ്പെട്ടു എന്ന് പറയുന്നത് നടന്നു എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടല്ലോ. കരികാലം എന്ന് പറയുന്നത് 4,32,000 കൊല്ലം. അപ്പോൾ അങ്ങനെ 10 മടങ്ങ് വരുമ്പോഴാണ് ഒരു മഹായുഗം വരുന്നത്. അപ്പം ഇത് നടന്നിട്ടുള്ളത് അതിന് മുമ്പാവണം. അതാണ് നമ്മൾ ഈ 200 മില്യൺ ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും ഡോക്യുമെൻ്റ് തരല്ല, നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ മാത്രമല്ല. പുരാണങ്ങളൊന്നും ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് അല്ല, ചില തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ്. ഇതിഹാസങ്ങൾ ട്രൂത്താണ്. അപ്പോൾ ഇതിഹാസങ്ങളിലാണ് രാമായണവും മഹാഭാരതവും വരുന്നത്. ഇതേ രാമായണം ഒരു 80 ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. ഫിജിയിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു രാമായണത്തിന്. അതിൽ ICMRൻ്റെ ഒരു ഡെലിഗേറ്റ് ആയിട്ട് ഞാനാ പോയത്, ഇന്ത്യയിൽ. നമ്മൾ ഓരോ സ്ഥലത്തും ഒരു 18ഓളം ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലുള്ള രാമായണം അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചിലതിൽ രാവണൻ എന്ന് പറയുന്നത് സീതയുടെ അച്ഛനാണ്. എന്ത് ഡിഫറെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കും. കാരണം ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ബിക്കോസ് 8 ലക്ഷത്തിൽ പരം പ്രായമുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും? നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്ന ഓണമല്ലേ, എൻ്റെ ലൈഫ് വേഡ് സിമ്പിൾ എന്ന് പറയുന്ന ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ അഗൂർ നാരായണൻ പറഞ്ഞൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം അതിനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പാരഗ്രാഫാണ്. കേരള പീപ്പിൾ ആർ സെലിബ്രേറ്റിംഗ് ഓണം ബിക്കോസ് ഓൾ ഫൂളിഷ് പീപ്പിൾ. എന്താ കാരണം എന്നറിയാം? ഓണത്തിൻ്റെ കഥ എന്താ? വാമനാണ്. വാമനൻ്റെ അവതാരത്തിന് ശേഷമാണ് പരശുരാമൻ. പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയത് വിശ്വസിക്കുകയാണെങ്കിൽ വാമനൻ ഭരിച്ചത് കേരളാവില്ല. ഒരു കോൺട്രഡിക്ഷൻ. മഹാബലി എന്ന് പറയുന്ന ഒരു സ്ഥലം കേരളത്തിൽ ഒരു സ്ഥലത്തിനും മഹാബലി ഇല്ല. ആകെയുള്ളത് ചെന്നൈയിലാണ്. മഹാബലിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം. അഥവാ മഹാബലി ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാബലിപുരം, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും മഹാബലിപുരം എന്നൊരു പേരുണ്ട്. ആകെയുള്ളത് ഒരു വാമനൻ്റെ അമ്പലമുള്ളത് കൊച്ചിയിലാണ്. റൈറ്റ്? അപ്പോൾ കാറ്റഗറി വൈസ് ഇറ്റ് ഡസൻറ്റ് ഫിൽ. എവിടെയാണ് മാറ്റം എന്നറിയോ? മഹാബലിയുടെ കഥ നമ്മുടെ പുരാണങ്ങളിലുണ്ട്. കേരളത്തിൽ മാവേലി എന്ന് പറഞ്ഞ ഒരാൾ ഭരിച്ചത്. ഇത് രണ്ടും ഒന്നാണെന്ന് വിശ്വസിപ്പിച്ചതാണ് നമ്മുടെ തെറ്റ്. മഹാബലി ഈസ് നോട്ട് മാവേലി. അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരില്ല അവർക്ക്. മാവേലി എന്ന് പറഞ്ഞ ഒരാൾ ഭരിച്ചു, പക്ഷെ അതാണ് മഹാബലി എന്ന് നമ്മൾ പറഞ്ഞു വരും. അവിടെയാണ് തെറ്റ്. അപ്പോൾ ഇതൊക്കെ സ്റ്റോറീസാണ്. സ്റ്റോറീസ് കനോട്ട് ബി ബിലീവ്. പക്ഷെ ഇപ്പോഴും മാവേലി മഹാബലി ഉള്ളതാണ് പറയുന്നത്. അല്ല, അതാണ് വ്യത്യാസം. എൻ്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുള്ളത്, എൻ്റെ ബുക്ക് വെച്ചേക്കും മഹാബലി ഈസ് നോട്ട് മാവേലി. താങ്ക് യു. ഇറ്റ് ഈസ് ട്രൂ ബിക്കോസ് ഞാൻ എൻ്റെ ഇതിൽ എഴുതിയതല്ല. സോ വാട്ട് ഐ ലേൺ ഫ്രം മൈ ഗുരു. പിന്നെ ആരാ തിരുത്തുന്നത്? ഞാൻ പറയുന്നത് വി ഡോണ്ട് ഹാവ് ടു മിക്സ് ദം ടുഗദർ. അവിടെയാണ് ഇപ്പം ശബരിമലയെ കുറിച്ച് എൻ്റെ ടോക്ക് വീഡിയോയിലുണ്ട്. ശബരിമല എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ സ്ഥലമാണ്. ശാസ്താവ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അയ്യപ്പൻ. അയ്യപ്പൻ എന്ന് പറയുന്നത് പന്തള രാജാവിൻ്റെ ഒരു കുട്ടി, അദ്ദേഹത്തിന് ഒരു ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ പേരിട്ടാണ്. ആ അയ്യപ്പൻ മറിച്ച് അയ്യപ്പൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൻ്റെ തമിഴ്നാട്ടിലാണ്. അയ്യൻ എന്ന പേര് തന്നെ തമിഴ്നാട്ടിലാണ്. അപ്പൊ ശാസ്താവിൻ്റെ അടുത്തേക്ക് പോയിട്ട് അയ്യപ്പൻ ബിക്കം ഡിവോട്ടി. എൻ്റെ ഗുരു ഒരിക്കലും അയ്യപ്പ പൂജ ചെയ്യാറില്ല. കാരണം അയാൾ പറയുന്നത് ഏതോ രാജാവിൻ്റെ മോനെ നമ്മളങ്ങനെ പൂജ ചെയ്യണം, ശാസ്ത്ര പൂജ മാത്രമേ ചെയ്യൂ. യു ക്യാൻ പുട്ട് എ പിക്ചർ ഓഫ് അയ്യപ്പ ആൻഡ് സേ ഈസ് അയ്യപ്പ. പക്ഷെ ശാസ്താവ് ഈസ് ഡിഫറെൻ്റ് അല്ല അയ്യപ്പ പൂജ. ഇപ്പം ശബരിമലയിൽ പോയിട്ട് മൂലമന്ത്രം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഈ 2 മാലയും അവിടെ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഒരു രാത്രി ഫുള്ള് ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ പൂജാരിമാരൊക്കെ നമ്മുടെ അടുത്ത പരിചയമുള്ള ആൾക്കാരാണ്. അവിടുന്ന് ആ മൂലമന്ത്രത്തിൽ അയ്യപ്പൻ്റെതല്ല ശാസ്താവിൻ്റെ ചെയ്യും. പക്ഷെ നമ്മൾ അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞ് പരത്തിപ്പോയി. ഇത് രണ്ടും ഒന്നാണെന്ന് ധരിച്ചു പോയി.
Sabarimala is realizing the അത് അയ്യപ്പൻ മർജ് ചെയ്തപ്പോഴത്തേക്കും പീപ്പിൾ സ്റ്റാർട്ടഡ് കോളിംഗ് ഇറ്റ് ആസ് ആൻ അയ്യപ്പ ടെമ്പിൾ. ആ കോൺട്രവേഴ്സി ഈസ് ബേസ്ലെസ് ബിക്കോസ് ഞാനൊരു LLB പഠിച്ച ഒരാളുമാണ്. ആസ് പെർ ഇന്ത്യൻ ലോ എവറി ഗോഡ് ഈസ് എ ചൈൽഡ് ആൻഡ് their parent is the priest. According to the law, Indian law, ശാസ്ത എന്ന് പറയുന്ന ഒരു ചൈൽഡും അവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് അതിൻ്റെ ഗാർഡിയനുമാണ്. ഗാർഡിയൻ ഹാസ് നോ അതോറിറ്റി ടു റിമൂവ് മണി ഫ്രം ദർ, ആഡ് മണി ദർ. കാരണം ഒരു ചൈൽഡിൻ്റെ പ്രോപ്പർട്ടി കസ്റ്റോഡിയൻ മാത്രമേ ഉള്ളൂ. ഐ ആം നോട്ട് ഏബിൾ ടു സെൽ. പിന്നെ എൻ്റെ ചൈൽഡിനെ ആര് കാണാൻ വരണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്, ബിക്കോസ് ഐ ആം ദ ഗാർഡിയൻ. അപ്പോൾ ഈ റൂൾ ഉണ്ടാക്കുന്നത് തന്ത്രിയാണ്. അതിൽ മാനേജ്മെൻറ്റിനോ ഗവൺമെൻറ്റിനോ കോർട്ടിനോ ഒരു അധികാരമില്ല. അങ്ങനെ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൺട്രഡിക്ട് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ ലോ. അതുകൊണ്ടാണ് നടക്കാത്തത്. പക്ഷേ അത് മാർക്സിസ്റ്റ് ഗവൺമെൻറ് ട്രൈ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ദെൻ ഗെറ്റ് എൻ ഓർഡർ സോ ദാറ്റ് ദേ കൻ മേക്ക് സം ചേഞ്ച് ഇൻ ദാറ്റ് പ്ലേസ്. നടക്കില്ല. പീപ്പിൾ കനോട്ട് എൻ്റർ. സുപ്രീം കോർട്ട് അത് സുപ്രീം കോർട്ട് അതിലെല്ലാം ബെഞ്ചുകളാണ്. See, either there can be a single man bench or a multiple bench, but when it comes to the contradiction, again people will file case. The file is already in. ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിയാണ് അതിൻ്റെ ചെയർമാൻ. അവർ നമ്മളൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടറായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു സനാതന ചെയർമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വി കീപ് മീറ്റിംഗ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇത് പബ്ലിക്കിൽ വരുന്ന സമയത്തും പൊളിറ്റിക്സിൽ വരുന്ന സമയത്തും ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിഫറെൻറ്റ് ഫ്ലേവർ. ബട്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. ಇಲ್ಲ ಇತರ ಪವರ್ಫುಲ್ ಆಗಿನ ಸ್ವಾಮಿಗಳು ಅವರ ವೈ couldn't they like actually meet this communist government and try to convince them? See, ലാസ്റ്റ് ബ്രത്ത് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എൻ്റെ ബ്രദറ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വളരെ സീനിയർ മെമ്പറായിരുന്നു. He was a true political man. എൻ്റെ എൽഡസ്റ്റ് ബ്രദർ who expired last month back, മാർച്ചിലാണ് മരിച്ചത്. ഏട്ടൻ എപ്പോഴും പറയും എനിക്ക് ഇതിനകത്ത് നിന്ന് പുറത്ത് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തുടരുന്നത്. ബിക്കോസ് ഇഫ് ഇറ്റ് കം ഔട്ട് ഓഫ് ഇറ്റ് നെക്സ്റ്റ് ഡേ ദേ വിൽ കിൽ. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് സർവൈവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ സാധനം ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സന്ദീപ് ചൈതന്യ എന്ന് പറയുന്ന ഒരാൾ ഈസ് എ പക്ക മാർക്സിസ്റ്റ് മാൻ. ഈ വേഷം കെട്ടിയിട്ട് സാമി പോലെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ ദിസ് വിൽ ബി ഓഫ് ദ റെക്കോർഡ്. ഞാനത് പേഴ്സണലായിട്ട് ഷെയർ ചെയ്തൊരു സംഭവം. ചിന്മയാനന്ദ സ്വാമിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡൊണേഷൻസ് മാറ്റി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്ക് പരിചയമുള്ളത്. ദാറ്റ്സ് ഹൗ ഹി സ്റ്റാർട്ടഡ് ഹിസ് അണ്ടർസ്റ്റുഡ്. ഒരിക്കലും ഒരു സ്വാമി ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചില സ്വാമിമാർ എന്തിനു ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ പീപ്പിൾ ഹു ആർ സപ്പോർട്ടിങ്. അവർക്കറിയാം ഇങ്ങനെ ഒരാളെ നമ്മൾ മുന്നോട്ട് കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മൂന്നൊരു കേഡർ പാർട്ടിയാണ്. അല്ല, ഈ പറയുന്ന എല്ലാവരും പാലക്കാട് MP അടക്കം എൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്. കാരണം ഐ ആം ഇൻ ടു ഓൾ ദിസ്. ഇപ്പം ഏട്ടൻ മരിച്ച സമയത്ത് വന്നിട്ടുള്ള സെക്രട്ടറിമാരും എല്ലാവരും എനിക്കറിയാം. ഇപ്പം പയ്യന്നൂർ MLA ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ പൊളിറ്റിക്കൽ പീപ്പിൾ. ഐ ആം ഓൺലി സെയിങ് ആസ് എൻ ഇസം വെൻ ഇറ്റ് കംസ് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി ഇസ് സോ ബാഡ്. അല്ല, അപ്പോൾ ഇതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ടല്ലോ, ഈക്വൽ റൈറ്റ്സും. അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ഈ പറയുന്ന ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതേ കൊടിയേരിക്ക് വെൻ ഐ ട്രാവൽ ഫ്രം ദുബായ് ടു അബുദാബി, എൻ്റെ മരുമക്കളൊക്കെ ഉണ്ട് ദുബായ്, അവർ കാണിച്ചിട്ടുണ്ട് ഫുൾ കൊടിയേരിയുടെ ഇൻഡസ്ട്രീസാണ്. ഇതൊക്കെ അവരുടെയാണ്. ഇവരൊക്കെ പറയുന്നതേ ഉള്ളൂ. അവരുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് ദേ നോ ഹൗ ടു മേക്ക് മണി, ഹൗ ടു ദേ ഡു ഓൾ ദാറ്റ്. നിങ്ങളിപ്പോൾ വളരെ സോഷ്യലായിട്ടിരിക്കേണ്ട ഒരാളാണോ കേരള ചീഫ് മിനിസ്റ്റർ, ദാറ്റ് ടു എ കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ? ഹാവ് യു സീൻ ദ വേ ഹി റിയാക്ട്? അതേ സമയത്ത് ഉമ്മൻചാണ്ടി എൻ്റെ കൈവിട്ടിട്ട് അരമണിക്കൂർ നടന്നിട്ടുണ്ട്. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അയാളുടെ ഓഫീസ് എങ്ങനെ അറിയാം? ആ ഓഫീസിൽ ഇതിൻ്റെ ഒരു 4 ഇരട്ടി ആൾക്കാർ ഇത്രയും സ്ഥലത്തുണ്ടാവും. ആർക്ക് വേണമെങ്കിലും കയറിപ്പോ, ആർക്ക് വേണമെങ്കിലും കയറിപ്പോയിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഏതൊക്കെ ട്രാൻസ്ഫർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പോക്കറ്റിൽ തന്നെ ചിലപ്പം സിഗരറ്റ് പാക്കറ്റ് ഉണ്ടെങ്കിൽ അയാൾ എടുത്തിട്ട് അവിടെ തന്നെ ഓർഡർ എടുത്തിട്ട് കൊടുക്കും. യു ഗോ ആൻഡ് ഷോ ദിസ് ടു സെക്രട്ടറി, ഹി വിൽ ഗിവ് ആൻ ഓർഡർ. അയാൾ ചെയ്യാം. അയാളിങ്ങനെ നടക്കുകയാണ്, എന്താ വേണ്ടത്, എന്താ വേണ്ടത്, എന്താ വേണ്ടത്.
സി ദാറ്റ്സ് എ മാൻ ഹു അപ്രോച്ചസ് പീപ്പിൾ. പക്ഷെ അതേ സമയത്ത് ഒരു മാർക്സിസ്റ്റ് ചീഫ് മിനിസ്റ്റർ അൺഅപ്രോച്ചബിൾ ആണ്. എന്തുകൊണ്ടാണ് അൺഅപ്രോച്ചബിൾ? കാരണം അവിടെ എത്തണമെങ്കിൽ ഈ കാഡർ, ലോക്കൽ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറി, ഇവരുടെയൊക്കെ കാഡറിൽ വന്ന അവസാനത്തെ ആൾക്ക് ഇയാളെ കാണാൻ പറ്റും. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് മോഡി 15 ഓഗസ്റ്റിന് എത്ര പിള്ളേർക്കാണ് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോയത്? എത്ര പേരുടെ കൂടിയാണ് സെൽഫി അയാളെ എടുക്കുന്നത് കാണാൻ പറ്റും. ഈ ചീഫ് മിനിസ്റ്ററുടെ കൂടെ സെൽഫി എടുത്തിട്ട് അയാൾ പോടാന്ന് പറഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ട്. കാരണം ദേ ആർ നോട്ട് ഇൻ ടു, അവരൊക്കെ ശരിക്കും നമ്മുടെ ഗുണ്ടായിസ് എന്ന് പറയുന്നതിന്റെ തലവന്മാരാണ്. കമ്മ്യൂണിസം എന്തായോ അതോ He has got 3 more years. പക്ഷേ the system is still there, right? Our people are controlled. That's Bengal and നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ഗവൺമെന്റ് സമയത്ത് 56 MP-മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. They were the opposition. Today there is only one. That too from ആലപ്പി. കെ സി വേണുഗോപാൽ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങൾ കൂടെ പഠിച്ച 5 വർഷം. അപ്പം നമുക്കറിയാം അവനവിടെ തോക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് വെച്ചിട്ട് സോ ബാഡ്. ആകെ ആ ഒരു സ്ഥലത്താണ് ജയിക്കാൻ സാധിക്കും. ഇതൊരു ഇങ്ങനെ പൊളിറ്റിക്സിൽ പോയ കാരണമാണ് ചോദിക്കുന്നത്. ബട്ട് നത്തിങ് പൊളിറ്റിക്കൽ അബൌട്ട് ഇറ്റ്. വൈ ഡു യു തിങ്ക് രാജീവ് ഗാന്ധി ഹാഡ് ടു ഗോ ടു what do you think about Congress things that Rajiv Gandhi was to See, it's unfortunate that Congress didn't have a good leader. It's so unfortunate. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ തരൂരിനോട് പ്രസിഡൻഷിപ്പ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കില്ല. കാരണം കോൺഗ്രസിൽ എല്ലാം സീനിയർ ആൾക്കാരാണ്, ആരും പറഞ്ഞാൽ കേൾക്കും. No, the entire money is there. To run the party at that time, you need a lot of money. കഴിഞ്ഞ വർഷം ഇലക്ഷനിൽ they have used the maximum money. They still have $20 billion. And that's why they called him. ഈ പറഞ്ഞ മോഡി also takes a lot of money. കാരണം without money you cannot run a party. I mean, party with like accounted money is fine. See, But if you let the Swiss account, ഇറ്റലിയിലുണ്ടോ ഇന്ത്യയിലുണ്ടോ യു നീഡ് ടു ഗെറ്റ് മണി, യു നീഡ് ടു ബി ഇൻ പവർ. 2 പ്രാവശ്യം ഇലക്ഷനിൽ പോയാൽ എത്തുന്നു വരാം. നൊബഡി വിൽ ഫണ്ട്. അതേ മാതിരി പണമല്ല ഇവരെടുത്തുള്ളത് ലൈക്ക് കോൺഗ്രസിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി ലീഡേഴ്സ് ആർ ഓൾ റിച്ച്. പാർട്ടി വിൽ നോട്ട്, ദേ വിൽ നോട്ട്. കർണാടകയിൽ MP പോസ്റ്റ് കിട്ടാൻ പീപ്പിൾ ആർ റെഡി ടു പേ 30 crores 40 crores കോൺഗ്രസ് ടിക്കറ്റ് കിട്ടാൻ. Because that is they know how to make that money. election തീരുന്നതിന് മുമ്പ് they will make more than that. ഇരുന്ന് മുന്നേ They will carry money before election.